വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. RRB സ്പെഷ്യൽ ഫാർമസിസ്റ്റ് മാരത്തോൺ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ 100 MCQs ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സൈറ്റ് ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് അൺനീഡഡ് ഡാമേജ്ഡ് ഓർ ഫോൾട്ടി പ്രോട്ടീൻസ്. അപ്പോൾ നമുക്ക് സെൽ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അൺനീഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന സൈറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻസ്. അവിടെ കുറച്ച് ഓർഗനൽസ് കൊടുത്തിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, ലൈസോസോംസ്, പ്രോട്ടിയോസോംസ്. അപ്പോൾ ഡീഗ്രഡേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ശരിയാണെന്ന് തോന്നുന്നത് ലൈസോസോംസ് ആയിരിക്കും അല്ലേ? പക്ഷെ ഇവിടെ പ്രോട്ടീൻസ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. സോ ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി, പ്രോട്ടിയോസോംസ് ആയിരിക്കും ആൻസർ വരിക. നമ്മുടെ ലൈസോസോംസിന് ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ തന്നെയാണ്. അത് നമ്മുടെ മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള ലിപ്പിഡ്സ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ഇതിന്റെ എല്ലാം ഡീഗ്രഡേഷൻ വരുന്നുണ്ടെങ്കിലും നമുക്ക് ഓപ്ഷനിൽ പ്രോട്ടിയോസോംസ് ഉള്ളത് കൊണ്ട് അത് തന്നെ ആവണം ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ലൈസോസോംസിനും ഈ പറയുന്ന ഡീഗ്രഡേഷൻ ഫങ്ഷൻസ് തന്നെയാണ്. പക്ഷെ ഫോൾട്ടി പ്രോട്ടീൻസിനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുന്നത് ആരാണ്? പ്രോട്ടിയോസോംസ് ആണ്. കാരണം പ്രോട്ടിയോസോംസ് ആ ഒരു പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള സ്പെഷ്യൽ എൻസൈംസ് അതിൽ പ്രസന്റ് ആണ്, വിച്ച് ഈസ് കോൾഡ് പ്രോട്ടിയേസസ്. അതുപോലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ സെൽസ് ആണ്. അതായത് റെസ്പിറേഷൻ നടക്കുക, ATP പ്രൊഡക്ഷൻ നടക്കുക, അതൊക്കെയാണ് മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻസ് വരുന്നത്. റൈബോസോംസ് എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് റൈബോസോംസ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ആർത്രോപ്ലാസ്റ്റി? എന്താണ് ആർത്രോപ്ലാസ്റ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, കിഡ്നി റീപ്ലേസ്മെന്റ്, ഓപ്പൺ ഹാർട്ട് സർജറി, സർജിക്കൽ പ്രൊസീജിയേഴ്സ് ടു റീസ്റ്റോർ ദ ഫങ്ഷൻ ഓഫ് എ ജോയിന്റ്. അപ്പം ആർത്രോ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, വിച്ച് ഈസ് സംതിങ് റിലേറ്റഡ് ടു ജോയിന്റ്സ്. അപ്പം ജോയിന്റ്സിന്റെ ഫംഗ്ഷൻ റീസ്റ്റോർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർജറി ആണ് എന്തെന്ന് പറഞ്ഞാൽ ആർത്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ. ആർത്രോപ്ലാസ്റ്റി വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ് ആയിട്ടുള്ള ജോയിന്റ്സ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള ഡിസീസസിൽ ജോയിന്റ്സിന് ഇതുപോലെ ഡാമേജ് വരാം അല്ലെ. അപ്പം ആ ഒരു ഫംഗ്ഷൻ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സർജിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇവിടെ ജോയിന്റ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും ബൈ ആർട്ടിഫിഷ്യൽ ജോയിന്റ്സ്. ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ജോയിന്റ്സിന് പറയുന്ന പേരാണ് പ്രോസ്തെസിസ്. ഓക്കെ, എന്താണ് പ്രോസ്തെസിസ്? ഈ പ്രോസ്തെസിസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ്, പ്ലാസ്റ്റിക്, സെറാമിക് ഇതൊക്കെ കൊണ്ട് മേഡപ്പ് ചെയ്ത സബ്സ്റ്റൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു ആർട്ടിഫിഷ്യൽ ജോയിന്റിനെ നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ആർത്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽ വാൾ കൺസിസ്റ്റ് ഓഫ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെൽ വാൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സെൽ മെംബ്രെയിൻ ആയിരുന്നെങ്കിൽ ഏതൊക്കെ വന്നേനെ? ലിപ്പിഡ്സും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും വന്നേനെ. സെൽ വാൾസിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കിയാൽ ലിഗ്നിൻ, ഹെമിസെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് ലിപ്പിഡ്സ്. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ് വരിക അല്ലെ. ലിപ്പിഡ്സ് സെൽ വാളിൽ ആബ്സെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ലിഗ്നിൻ, ഹെമിസെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ്. അതാണ് അവിടുത്തെ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതായത് നമ്മുടെ സെൽ വാളിൽ പ്രസന്റ് ആയിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഏതൊക്കെയാണ്? ലിഗ്നിൻ, ഹെമിസെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ് ആണ്. നമ്മൾ സെൽ മെംബ്രെയിൻ്റെ പറഞ്ഞിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആണ് വരിക. ഇനി ഓരോ മോളിക്യൂൾസിന്റെയും ഫങ്ഷൻസ് നോക്കിയാൽ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ, സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മേജർ കമ്പോണന്റ് ഓഫ് ദ സെൽ വാൾസ്. അതുപോലെ നമ്മുടെ സെല്ലിന് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട്, റിജിഡിറ്റി ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു സെല്ലുലോസ് സ്ട്രക്ചർ ആണ്, ഇൻ ദ ഫോം ഓഫ് മൈക്രോഫൈബ്രിൽസ്. ദെൻ ഹെമിസെല്ലുലോസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ്. ഇവ നമ്മുടെ സെൽ വാളിന് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനും സ്ട്രെങ്ത് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പെക്റ്റിൻ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഓൾസോ അനദർ പോളിസാക്കറൈഡ്സ്. ഇത് സെൽ അഡ്ഹീഷനും സെൽ വാൾ ഹൈഡ്രേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് പെക്റ്റിൻ എന്ന് പറഞ്ഞാൽ. ഇനി ലിഗ്നിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ കോംപ്ലക്സ് പോളിമർ ഫൗണ്ട് ഇൻ സെക്കൻഡറി സെൽ വാൾസ്. ഹാർഡ്നെസ് കൊടുക്കുക, വാട്ടർ റെസിസ്റ്റൻസ് കൊടുക്കുക, റിജിഡിറ്റി കൊടുക്കുക, ഇതാണ് ലിഗ്നിന്റെ ഫംഗ്ഷൻ. അപ്പൊ സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് ലിഗ്നിൻ, ഇത്രയാണ് സെൽ വാളിന്റെ കോമ്പോസിഷൻ വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് വിച്ച് ഫേസ് ഓഫ് ഇന്റർഫേസ് ദ സെൽ ഈസ് മെറ്റബോളിക്കലി ആക്റ്റീവ്? സെൽ ഡിവിഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏത് ഇന്റർഫേസിലാണ് നമ്മുടെ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആകുന്നത്? അതായത് സെൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ സെല്ലിലുള്ള ഓർഗനൽസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഏതൊരു ഫേസിലാണ് നടക്കുക? G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്, ഓൾ ഓഫ് ദീസ്. നമ്മൾ ഓൾ ഓഫ് ദീസ് കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അത് പോയി ഓപ്ഷൻ സെലക്ട് ചെയ്യരുത്. കാരണം എപ്പോഴും മെറ്റബോളിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ G1 ഫേസ് ആണ് വരിക. ഇനി DNA സിന്തസിസ് ഒക്കെ ആണെങ്കിൽ ഏത് ഫേസ് ആയിരിക്കും വരിക? എസ് ഫേസ് ആയിരിക്കും വരിക. അതുപോലെ പ്രോട്ടീൻസ് എൻസൈംസ് ഒക്കെ ആണെങ്കിൽ G2 ഫേസ് ആയിരിക്കും വരിക. അപ്പം മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒറ്റ സ്റ്റേജേ ഉള്ളൂ, അത് G1 ഫേസ് ആണ് വരുന്നത്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെൽ ഡിവിഷന്റെ ഇടയിൽ വരുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ദെൻ G1 ഫേസ് ആണ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഫേസ്. ഈ സമയത്ത് നമ്മുടെ സെൽ ഓർഗനൽസ് എല്ലാം തന്നെ എന്ത് ആവാനായിട്ട് തുടങ്ങും? റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ എസ് ഫേസിൽ നമ്മൾ പറഞ്ഞു DNA റെപ്ലിക്കേഷൻ, സെൻട്രോസോംസ് റെപ്ലിക്കേഷൻ ഒക്കെ എസ് ഫേസിലാണ് നടക്കുന്നത്. ഇനി G2 ഫേസിലാണ് പർട്ടിക്കുലർ ആയിട്ട് എൻസൈംസിന്റെയും പ്രോട്ടീൻസിന്റെയും ഒക്കെ സിന്തസൈസ് നടക്കുന്നത് G2 ഫേസിലാണ്. ഓക്കെ. The next question. Cristae in mitochondria serves as site for. ക്രിസ്റ്റേ അതായത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലുള്ള ഒരു ഫോൾഡിങ്സ് ആണ് അല്ലെ ക്രിസ്റ്റേ. അപ്പം ക്രിസ്റ്റയിൽ നടത്തുന്ന അല്ലെങ്കിൽ ക്രിസ്റ്റേ ഫംഗ്ഷൻ ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസ്പിറേഷൻ ആൻഡ് സിന്തസിസ് ഓഫ് ATP, പ്രോട്ടീൻ സിന്തസിസ്, മാക്രോമോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ, ഓൾ ഓഫ് ദീസ്. അപ്പം ഇവിടെയും ഓൾ ഓഫ് ദീസ് കാണുമ്പോഴത്തേക്കിന് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ ഒക്കെ ആണെന്ന് കരുതിയിട്ട് അത് സെലക്ട് ചെയ്യരുത്. കാരണം പ്രോട്ടീൻ സിന്തസിസ് ഒന്നും മൈറ്റോകോൺട്രിയയുടെ ഒരു റോൾ അല്ല അല്ലെ. പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത് റൈബോസോംസ് ആണ്. ദെൻ മൈക്രോമോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ആരുടെ ഫംഗ്ഷൻ ആണ്? ലൈസോസോംസിന്റെ ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മുടെ മൈറ്റോകോൺട്രിയ ക്രിസ്റ്റയുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് റെസ്പിറേഷനും അതുപോലെ തന്നെ ATP സിന്തസിസും മാത്രമാണ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരും. ഈ മൈറ്റോകോൺട്രിയൽ സിസ്റ്റയിലായിരിക്കും എൻസൈംസ് പ്രസന്റ് ആയിരിക്കും. നമ്മുടെ സെല്ലാർ റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. The next question. The stage in which daughter chromosomes move towards the pole of the spindles. അതായത് സെൽ ഡിവിഷനിലുള്ള ഫേസ് ആണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഈ 4 ഫേസിൽ ഏത് ഫേസിലാണ് നമ്മുടെ ഡോട്ടർ ക്രോമസോംസ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതെപ്പോഴും അറിഞ്ഞിരിക്കുക, ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത് എപ്പോഴും തേർഡ് ഫേസിലായിരിക്കും. ഇതിൽ ഏതാണ് തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ പി മാറ്റ്. ഓക്കെ, പി മാറ്റ് ആണ്. അതായത് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പം ഏതാണ് തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തേർഡ് ഫേസ് അനാഫേസ് ആണ് അല്ലെ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഓപ്ഷൻ എയിലാണ് അനാഫേസ് ഉള്ളത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. 6ന്റെ ആൻസർ ഓപ്ഷൻ എ. നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് നോക്കിയാൽ പ്രോഫേസിൽ എന്താ സംഭവിക്കുക? ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ട് പെയർഡ് ക്രൊമാറ്റിഡ്സ് ആവുന്നു. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ എൻവലപ്പും എല്ലാം തന്നെ ഡിസപ്പിയർ ആവുന്നു. ഈച്ച് സെൻട്രോസോംസ് മൂവ്സ് ടു ദ ഓപ്പോസിറ്റ് പോൾസ്. നമ്മുടെ സെൻട്രോസോംസ് പോൾസിന്റെ സൈഡിൽ സെൽസിന്റെ ആ ഒരു പോളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി മെറ്റാഫേസിലാണെങ്കിൽ the centrosome of chromatid pairs lines up at the metaphase plate. ആ ഒരു മെറ്റാഫേസിക് പ്ലേറ്റ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു ഫേസിലാണ്. ഇനി അനോഫേസിലാണ് നമ്മൾ പറഞ്ഞതുപോലെ ക്രോമസോംസ് എന്ത് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി ടീലോഫേസ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു ഡിസപ്പിയർ ആയിട്ടുള്ള എൻവലപ്പ് എല്ലാം തന്നെ റീഅപ്പിയർ ആവാനായിട്ട് തുടങ്ങുന്ന ഫേസ് ആണ് ടീലോഫേസ്. ഓക്കെ. അപ്പോൾ ക്രോമസോംസ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത് തേർഡ് ഫേസ് ആയിട്ടുള്ള അനാഫേസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ദ യൂക്യാരിയോട്ടിക് ന്യൂക്ലിയസ്? പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂക്ലിയസിൽ യൂക്യാരിയോട്ടിക് ന്യൂക്ലിയസിൽ ഇല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ന്യൂക്ലിയോസോംസ്, ന്യൂക്ലിയോളസ്, ക്രൊമാറ്റിൻ, സർക്കുലർ DNA മോളിക്യൂൾസ്. അപ്പം ഇത് നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം DNA ഒക്കെ കാണുമ്പോഴത്തേക്കിന് നമ്മൾ ന്യൂക്ലിയസിലുള്ളതാണ് എല്ലോ എന്ന് കരുതും അല്ലേ. പക്ഷെ ആ ഒരു ഓപ്ഷനിൽ ശ്രദ്ധിച്ചേ, DNA മോളിക്യൂൾ എങ്ങനെ ഉള്ളതാണ് പറയുന്നത്? സർക്കുലർ DNA മോളിക്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. സർക്കുലർ DNA മോളിക്യൂൾ ആണോ ന്യൂക്ലിയസിലുള്ളത്? ന്യൂക്ലിയസിലുള്ളത് ഡബിൾ സ്റ്റാൻഡേർഡ് ലീനിയർ ന്യൂക്ലിയസ് ആണ് കേട്ടോ. ലീനിയർ ന്യൂക്ലിയസ് ആണ് പ്രസന്റ് ആയിരിക്കും.
പിന്നെ ഈ സർക്കുലർ DNA മോളിക്യൂൾ എവിടെയാ പ്രസന്റ് ആയിരിക്കുക? ഇത് പ്രസന്റ് ആയിരിക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. മൈറ്റോകോൺട്രിയയിൽ പ്രസന്റ് ആയിരിക്കുന്ന DNA ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സർക്കുലർ DNA മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സർക്കുലർ DNA മോളിക്യൂൾ ഇസ് ആബ്സെന്റ് ഇൻ ദ യൂക്കാരിയോട്ടിക് ന്യൂക്ലിയസ്. പിന്നെ പറഞ്ഞ അതർ ഓപ്ഷൻസ് ന്യൂക്ലിയോസോം, ന്യൂക്ലിയോലസ്, ക്രോമാറ്റിൻസ് എല്ലാം തന്നെ യൂക്കാരിയോട്ടിക് ന്യൂക്ലിയസിൽ ഉള്ള പോർഷൻസ് ആണ്. Moving to the next question. The condensation of chromatin and shrinkage of the nucleus leading to the death is termed as. അപ്പോൾ ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ നടക്കുക, ന്യൂക്ലിയസ് ഷ്രിങ്കേജ് നടക്കുക, അങ്ങനെ നമ്മുടെ സെൽ ഡെത്ത് നടക്കുന്നതിന് പറയുന്ന ആ ഒരു ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടോഫാഗി, കാരിയോലൈസിസ്, കാരിയോറെക്സിസ്, പൈക്നോസിസ്. അപ്പം ഇത് നാലും നല്ല റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പൈക്നോസിസ് ആണ്. അപ്പം അതർ ടേംസ് ആയിട്ടുള്ള ഓട്ടോഫാഗി ഒക്കെ എന്താന്ന് നമുക്ക് നോക്കാം. പൈക്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഷ്രിങ്കേജ് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻസേഷൻ നടക്കുന്നു, പിന്നെ ന്യൂക്ലിയർ ഡെൻസിറ്റി കൂടുന്നു. ആ ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറഞ്ഞാല് പൈക്നോസിസ് എന്ന് പറഞ്ഞാല്. ഇനി കാരിയോറെക്സിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഡിസ്ട്രക്റ്റീവ് ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നതിനെയാണ് കാരിയോറെക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ കാരിയോലൈസിസ് എന്താണ്? മെൽറ്റിംഗ് ഓഫ് ന്യൂക്ലിയസ് ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ ന്യൂക്ലിയസ് മെൽറ്റ് ചെയ്യുന്നു ബൈ ദ പ്രസൻസ് ഓഫ് എൻസൈംസ് കോൾഡ് ന്യൂക്ലിയേസസ്. അതിനെയാണ് കാരിയോലൈസിസ് എന്ന് പറയുന്നത്. ദെൻ ഓട്ടോഫാഗി എന്ന് പറഞ്ഞാല് സെൽസ് ബ്രേക്ക് ഡൗൺ ആണ്. സെൽസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഡിസ്ട്രോയ് ഓൾഡ് ഡാമേജ്ഡ് ഓർ അബ്നോർമൽ പ്രോട്ടീൻസ് ആൻഡ് അതർ സബ്സ്റ്റൻസ്. ഇറ്റ്സ് കോൾഡ് ആസ് ഓട്ടോഫാഗി. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സെൽ ഷ്രിങ്കേജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഷ്രിങ്കേജ് നടക്കുന്നത് പൈക്നോസിസിലാണ്. Then moving to the next question, adipose tissue in the newborn. നമ്മുടെ ന്യൂബോണിൽ പ്രസന്റ് ആയിരിക്കുന്ന അഡിപ്പോസ് ടിഷ്യൂ ഇതിൽ ഏതാണ്? ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ, വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ, യെല്ലോ അഡിപ്പോസ് ടിഷ്യൂ, ബ്ലാക്ക് അഡിപ്പോസ് ടിഷ്യൂ. ഈ ടൈപ്പ് അഡിപ്പോസ് ടിഷ്യൂ തന്നെയാണ് നമ്മുടെ ഹൈബർനേറ്റിംഗ് ആനിമൽസ് ഉണ്ടല്ലോ. ഹൈബർനേറ്റിംഗ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഈ കോൾഡ് കണ്ടീഷൻ അല്ലെങ്കിൽ വിന്ററിലൊക്കെ ഹൈബർനേറ്റ് ചെയ്തിരിക്കുന്ന ആനിമൽസിന്റെ പ്രത്യേകതയും ഈ ടൈപ്പ് അഡിപ്പോസ് ടിഷ്യൂസ് ആണ്. ഇതിന് പറയുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ് ആണ് നമ്മുടെ ഇൻഫൻസിൽ അല്ലെങ്കിൽ ന്യൂ ബോൺസിലും അതുപോലെ തന്നെ ഹൈബർനേറ്റിംഗ് ആനിമൽസിലും കാണപ്പെടുന്നത്. അപ്പം ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൾഡിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു ഹീറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ഹെൽപ്പ് ചെയ്യുന്നത്. The adipose tissue in newborn is called adipose tissue, also known as brown fat. ഇതിനെയാണ് നമ്മൾ ബാറ്റ്, ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ബാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഹീറ്റ് ജനറേറ്റ് ചെയ്യാനാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത വിച്ച് കണ്ടെയ്ൻ എ ഹൈ കണ്ടന്റ് ഓഫ് മൈറ്റോകോൺട്രിയ ആൻഡ് ബ്ലഡ് വെസൽസ്. ഇങ്ങനെ ഈ മൈറ്റോകോൺട്രിയയും ബ്ലഡ് വെസൽസും ഓവർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് ഒരു ബ്രൗൺ അപ്പിയറൻസ് കിട്ടുന്നത്. ഇനി കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഇത് കൂടുതലും കാണപ്പെടുന്നത് ബാക്ക് പോർഷനിൽ, നെക്ക് പോർഷനിൽ, ഷോൾഡേഴ്സിലൊക്കെ ആയിരിക്കും കാണുന്നത്. കുഞ്ഞുങ്ങളുടെ 2 to 5% ടോട്ടൽ ബോഡി വെയിറ്റും എന്തായിരിക്കും? ഈ പറയുന്ന ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ആയിരിക്കും. ഓക്കെ. The next question, which one of the following types of cells is involved in making of the inner walls of the blood vessels? ഇത് നമ്മുടെ ടിഷ്യൂസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്കറിയാം ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ക്യൂബോയിഡൽ ഉണ്ട്, കോളംനാർ ഉണ്ട്, സ്ക്വാമസ് ഉണ്ട്, അതുപോലെ കോമ്പൗണ്ട് എപ്പിത്തീലിയം അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയംസ് അല്ലെ. ഇവയിൽ ഏതാണ് ബ്ലഡ് വെസൽസിന്റെ ഇന്നർ വാളിങ്ങിനെ ലൈൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ക്യൂബോയിഡൽ ആണോ, കോളംനാർ ആണോ, സ്ക്വാമസ് ആണോ? ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി, സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് എപ്പോഴും ബ്ലഡ് വെസൽസിന്റെ ലൈനിങ്ങിലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എയർ സാക്സ് ഇല്ലേ, എയർ സാക്സിന്റെ ഉള്ളിൽ ആൽവിയോളയുടെ എയർ സാക്സിലും പ്രസന്റ് ആയിരിക്കുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. കാരണം ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി നമുക്ക് നോക്കാം ക്യൂബോയിഡൽ എവിടെയാണ് കാണപ്പെടുന്നത്? ക്യൂബോയിഡൽ സെക്രീറ്ററി ഫംഗ്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കിഡ്നി ട്യൂബ്യൂൾസിലും ഗ്ലാൻസിലും ഒക്കെ പ്രസന്റ് ആയിരിക്കുന്നതാണ് ക്യൂബോയിഡൽ. കോളംനാർ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഫംഗ്ഷൻ ആണ് വരുന്നത്. സോ ഇൻറ്റസ്റ്റൈനിലും സ്റ്റൊമക്കിലും കോളനിലും ഒക്കെയാണ് കോളംനാർ എപ്പിത്തീലിയം കാണപ്പെടുന്നത്. ദെൻ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം നമ്മൾ പറഞ്ഞു ഏത് ടൈപ്പ് ആണ്? കോമ്പൗണ്ട് എപ്പിത്തീലിയം ടൈപ്പ് ആണ് സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ അല്ലെ. The next question, which of the following is the example of simple epithelial tissue? Epithelial tissue എന്നുള്ള തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഇതിൽ ഏതാണ് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ്? നമ്മളിപ്പോൾ കണ്ട ആൻസറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, കോളംനാർ എപ്പിത്തീലിയം, ട്രാൻസിഷണൽ എപ്പിത്തീലിയം, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഏതായിരിക്കും ആൻസർ വരുന്നത്? സിമ്പിൾ എപ്പിത്തീലിയത്തിന് എക്സാമ്പിൾ ആണ് കോളംനാറും ക്യൂബോയിഡലും സ്ക്വാമസും ഒക്കെ അല്ലേ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. ഇനി അതർ ഓപ്ഷൻസ് ന്യൂറൽ ടിഷ്യൂസിന്റെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറഞ്ഞാൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതുപോലെ സ്ട്രാറ്റിഫൈഡും ട്രാൻസിഷണൽ എപ്പിത്തീലിയവും ഒക്കെ ഏത് ടൈപ്പ് ആണ്? കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തിന് പറഞ്ഞു സ്ക്വാമസ്, ക്യൂബോയിഡല്, കോളംനാർ. ഈ കോളംനാറിന്റെ മറ്റൊരു പേരാണ് ബ്രഷ് ബോർഡേഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ സ്യൂഡോ സ്ട്രാറ്റിഫൈഡും സിമ്പിൾ എപ്പിത്തീലിയത്തിന് എക്സാമ്പിൾസ് ആണ്. The next question, which of the following statement is incorrect about epithelial tissues? Epithelial tissues എന്നുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ക്ലോസ്ലി പാക്ഡ് സെൽസ് ആർ പ്രസന്റ്. അത് ശരിയാണ് അല്ലെ. എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ നമുക്കറിയാം നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും സെൽസ് കാണപ്പെടുക. അത് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. The cells are present over a basement membrane. അതും ശരിയാണ്. ഈ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ബേസ്മെന്റ് മെംബ്രെയിനിലായിട്ടായിരിക്കും. No capillaries are present in epithelial tissues. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കാരണം എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ ഈ പറഞ്ഞതുപോലെ എന്തില്ല? ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ഒരു വാസ്കുലർ സിസ്റ്റം അതിൽ പ്രസന്റ് അല്ല. ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് കിട്ടുന്നത്? അതിന് ന്യൂട്രിയൻസ് കിട്ടുന്നത്. അപ്പം അതും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി നോക്കിക്കേ, കാപ്പിലറീസ് ആർ പ്രസന്റ് ഇൻ ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. അതാണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് സിമ്പിൾ ആയിക്കോട്ടെ കോമ്പൗണ്ട് ആയിക്കോട്ടെ അതിന് എന്തില്ല? കാപ്പിലറീസോ അല്ലെങ്കിൽ വാസ്കുലർ സപ്ലൈയോ ആബ്സെന്റ് ആണ്. ഇതിന് ന്യൂട്രിയൻസ് കിട്ടുന്നത് എപ്പോഴും ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെ ആയിരിക്കും. ഇത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ബേസ്മെന്റ് മെംബ്രെയിനിലാണ് സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ ആ ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ വഴി തന്നെ ഡിഫ്യൂഷനിലൂടെ ആയിരിക്കും ന്യൂട്രിയൻസ് ഒബ്റ്റൈൻ ചെയ്യുന്നത്. ഓക്കെ. The next question, number of proteins present in the large 60S subunit and 40S subunit of ribosomes of the eukaryotic cells. അപ്പോൾ യൂക്കാരിയോട്ടിക് സെൽസിലോ പ്രോകാരിയോട്ടിക് സെൽസിലോ റൈബോസോംസ് ഡിഫറെൻ്റ് ആണെന്നറിയാം. അതിൽ എസ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്വെഡ്ബർഗ് യൂണിറ്റിനെയാണ്. ഇനി യൂക്കാരിയോട്ടിക് സെൽസിൽ പ്രസന്റ് ആയിരിക്കുന്നത് 80S സബ് യൂണിറ്റ് ആണ് അല്ലെ. 80S റൈബോസോംസ് ആണ്. ഇതിന് രണ്ട് സബ് യൂണിറ്റ് ഉണ്ട്, 60Sഉം 40Sഉം. ഇതില് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ 60Sലും 40Sലും പ്രസന്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് പ്രോട്ടീൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ 40 and 39, 49 and 33, 33 and 49, 29 and 13 പ്രോട്ടീൻസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് നമ്മുടെ 60Sൽ ഒരു 50 പ്രോട്ടീൻസും 40Sൽ ഒരു 33 പ്രോട്ടീൻസും ആണ് വരുന്നത്. അപ്പൊ അതിനോട് നിയർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 49 and 33 പ്രോട്ടീൻസ് ആണ് എന്തിൽ പ്രസന്റ് ആയിരിക്കുന്നത്? നമ്മുടെ യൂക്കാരിയോട്ടിക് റൈബോസോംസിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കോ. പ്രോകാരിയോട്സിലാണെങ്കിൽ 30Sഉം 50Sഉം കൂടെ ചേർന്നിട്ട് ഒരു 70S റൈബോസോംസ് ആണ്. അതിൽ 30Sൽ 21 പ്രോട്ടീൻസും 50Sൽ 34 പ്രോട്ടീൻസും ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ യൂക്കാരിയോട്സ് എടുത്താൽ 40Sൽ 33 പ്രോട്ടീൻസും 60Sൽ 50 പ്രോട്ടീൻസും. അതാണ് നമ്മൾ റൗണ്ട് അപ്പ് ചെയ്ത് 49 സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോട്ടീൻസിന്റെ എണ്ണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, during which phase enzymes and proteins are synthesized? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പോർഷൻ ആണ് അല്ലെ. എൻസൈംസും പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നത് ഏതൊരു ഫേസിലാണ്? എസ് ഫേസിലാണോ? അല്ല, എസ് ഫേസിൽ DNA ആണ് സിന്തസൈസ് ചെയ്യുന്നത് അല്ലെ. പ്രോഫേസ് ആണോ? അല്ല. പിന്നെ ഏതാണ് വരിക? ആൻസർ വരിക ഓപ്ഷൻ സി G2 ഫേസിലാണ് പർട്ടിക്കുലർ ആയിട്ട് എൻസൈംസും പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നത്. Okay, then next question, study of blood circulation is called. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻജിയോളജി, സെറോളജി, മയോളജി, ഓഡോണ്ടോളജി. ഇതിൽ മയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽസിനെ കുറിച്ചുള്ളതാണ് നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലെ. പിന്നെ ആൻജിയോളജി വരുമോ സെറോളജി വരുമോ? ഏതായിരിക്കും ആൻസർ വരിക? ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആൻജിയോളജി ആണ് വരുന്നത്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് കുറച്ച് ടേംസ് നോക്കിയാൽ കൂടുതലും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതില്
എൻഡോക്രൈനോളജി, ജെർമിനോളജി, ക്രേനിയോളജി എന്നൊക്കെ പറഞ്ഞാൽ സ്കൾസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ദെൻ ഏജിങ് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡിയാണ് ജെറണ്ടോളജി എന്ന് പറഞ്ഞാൽ. ബ്ലഡ് ഡിസോർഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ഹെമറ്റോളജി ആണ്. ഓക്കെ, അപ്പം ആൻജിയോളജി എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക? ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡിയാണ് ആൻജിയോളജി. ഓക്കെ, then moving to the next question, ratio of volume of RBCs to whole blood volume is known as. അപ്പോൾ നമ്മുടെ RBC to whole blood volume ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് കണ്ടന്റ് ഏതാണ് അല്ലെ? അതിന്റെ റേഷ്യോ, വോളിയം റേഷ്യോ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേഷ്യോ, ഹിമോഗ്ലോബിൻ കണ്ടന്റ്, ഹെമാറ്റോക്രിറ്റ് വാല്യൂ, RBCs കണ്ടന്റ്. ഇതിൽ എന്തായാലും എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് വരില്ല അല്ലെ, സെഡിമെന്റേഷൻ കുറിച്ചല്ല ക്വസ്റ്റ്യൻ. പിന്നെ ഹീമോഗ്ലോബിൻ കണ്ടന്റും വരില്ല. പിന്നെ ഹെമാറ്റോക്രിറ്റ് ആയിരിക്കോ വരിക, RBCs കൗണ്ട് ആയിരിക്കോ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ഹെമാറ്റോക്രിറ്റ് വാല്യൂസ്. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ ഹൗ ക്വിക്ലി നമ്മുടെ RBC സെൽസ് സെറ്റിൽ ചെയ്യുന്നു അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേഷ്യോ. ഇനി ഹീമോഗ്ലോബിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ പ്രോട്ടീന്റെ എമൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇനി RBCs കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് RBC സെൽസ് പെർ യൂണിറ്റ് വോളിയം, യൂണിറ്റ് വോളിയത്തിലുള്ള RBCയുടെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് RBC കൗണ്ട് അല്ലെ. ആ ഒരു വോളിയം പെർസെന്റേജ് റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും ഏതായിരിക്കും? ഹെമാറ്റോക്രിറ്റ് വാല്യൂ ആയിരിക്കും. ഇനി നോർമൽ മെന്നിന്റെ ഹെമാറ്റോക്രിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 40 to 54% ആണ്. അതുപോലെ വിമന്റെ വരുന്നത് 36 to 48% ആണ്. അത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, the next question, which of the following white blood cells is capable of phagocytosis? ഇതിൽ ഏത് WBC സെൽസ് ആണ് ഫാഗോസൈറ്റോസിസ് ചെയ്യുക? നമുക്കറിയാം എപ്പോഴും മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ആണ് നമ്മൾ ഫാഗോസൈറ്റിക് സെൽസുകൾ എന്ന് പഠിക്കുന്നത് അല്ലെ. ഇവിടെ ഓപ്ഷൻ നോക്കിയാലോ ന്യൂട്രോഫില്, ഈസ്നോഫില്, മോണോസൈറ്റ്, ഓൾ ഓഫ് ദ എബോവ് ഉണ്ട്. അപ്പം ബോത്ത് എ ആൻഡ് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓഫ് കോഴ്സ് അത് സെലക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഓൾ ഓഫ് ദ എബോവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഓൾ ഓഫ് ദ എബോവ് സെലക്ട് ചെയ്യുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ. കാരണം ഓൾസോ ഈസ്നോഫിൽസും ഒരു WBC ആയതുകൊണ്ട് തന്നെ അതിന് എന്തൊരു പ്രോപ്പർട്ടി കാണാം? ഫാഗോസൈറ്റിക് പ്രോപ്പർട്ടി കാണാം. പ്രോപ്പർലി ഇത് എന്താണ് കാണിക്കുന്നത്? അലർജിക് റിയാക്ഷൻസിൽ, ഇൻഫ്ലമേഷൻസിലൊക്കെ റിയാക്ട് ചെയ്യുന്ന സെല്ലാണ് എങ്കിലും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന WBC ആണ് എങ്കിലും ഇതിനും മേ ബി ഒരു ഫാഗോസൈറ്റിക് പ്രോപ്പർട്ടി കാണാം. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എപ്പോഴും ഓൾ ഓഫ് ദ എബോവ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ന്യൂട്രോഫിൽസിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് അബണ്ടന്റ് ടൈപ്പ് ആണ്. അക്യൂട്ട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ ഇവയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. പിന്നെ ഇസ്നോഫിൽസ് പറഞ്ഞു എന്താണ്? അലർജിക് റിയാക്ഷൻസ്, പാരസൈറ്റിക് ഇൻഫെക്ഷൻസിന് ഇതിലൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഈസ്നോഫിൽസ് ആണ്. മോണോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാർജസ്റ്റ് ടൈപ്പ് ഓഫ് WBC ആണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. അപ്പൊ മോർ എഫക്റ്റീവ് അല്ലെങ്കിൽ മോർ ഫാഗോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൻസർ ന്യൂട്രോഫിലോ മോണോസൈറ്റോ വരാം. പക്ഷെ ഈസ്നോഫിലിന് എന്തുണ്ട്? ഒരു ചെറിയ തോതിൽ ഈ ഒരു ഫാഗോസൈറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് അറിയാലോ നമുക്ക്. എന്തെങ്കിലും ബാക്ടീരിയാസോ അല്ലെങ്കിൽ അത് ഫോറിൻ സബ്സ്റ്റൻസോ വന്നാൽ അതിനെ എൻഗൾഫ് ചെയ്തിട്ട് അല്ലെ അല്ലെങ്കിൽ വിഴുങ്ങി നശിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഫാഗോസൈറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, the next question, color of the label used to denote the blood group B. blood group B denote ചെയ്യാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ലേബലിന് ഏത് കളർ ആണ് യൂസ് ചെയ്യുന്നത്? പിങ്ക്, യെല്ലോ, ബ്ലൂ, വൈറ്റ്. അപ്പം ബ്ലഡ് ഗ്രൂപ്പ് ബി ആയതുകൊണ്ട് നമ്മൾ ഓടിപ്പോയി ബ്ലൂ സെലക്ട് ചെയ്യരുത് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, പിങ്ക് ആണ് വരുന്നത്. ഇതിൽ ബ്ലൂ വരുന്നത് ഗ്രൂപ്പ് ഒയ്ക്ക്, അതുപോലെ യെല്ലോ വരുന്നത് ഗ്രൂപ്പ് എക്ക്, പിന്നെ ഗ്രൂപ്പ് ബിക്ക് വരുന്നത് പിങ്കും ആൻഡ് AB-ക്ക് വരുന്നതാണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ബ്ലൂ പിങ്ക്, ബിക്ക് വരുന്ന ഏതാണ്? പിങ്ക് ആണ് വരുന്നത്. Then moving to the next question, if a blood sample is taken for DNA testing, which of the following would be examined? നമ്മൾ DNA ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഈ പറയുന്നതിൽ ഏതാണ് എക്സാമിൻ ചെയ്യുക? അപ്പൊ ഇത് കുറച്ച് നമ്മൾ എന്താണ് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഏത് സാമ്പിളിലാണ് അല്ലെങ്കിൽ ഏത് ഓർഗനൽസ് ആണ്, ഏത് ബ്ലഡിന്റെ കമ്പോണന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് DNA ടെസ്റ്റിംഗ് പോസിബിൾ ആവുന്നത്? നോക്കിക്കേ,
ലൂക്കോസൈറ്റ്സ്, എരിത്രോസൈറ്റ്സ്, ത്രോംബോസൈറ്റ്സ്, പ്ലാസ്മ പ്രോട്ടീൻസ്. ഈ പറഞ്ഞിരിക്കുന്ന 4 ഏതിനാണ് ന്യൂക്ലിയസ് ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. കാരണം ന്യൂക്ലിയസിലാണ് എന്ത് പ്രസന്റ് ആയിരിക്കുന്നത്? DNA പ്രസന്റ് ആയിരിക്കുന്നത് അല്ലെ. ഇതിൽ എരിത്രോസൈറ്റ്സ് അതായത് WBC, ത്രോംബോസൈറ്റ്സ് എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ്, പിന്നെ പ്ലാസ്മ പ്രോട്ടീൻസ്. ഇവയിലെല്ലാം തന്നെ എന്താണ്? ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ് അല്ലെ. ഇതിലൊന്നും തന്നെ ന്യൂക്ലിയസ് ഇല്ല. ആകപ്പാട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാല് ലൂക്കോസൈറ്റ്സുകളിലാണ്. അപ്പം എന്തായിരിക്കും അവിടെ സെലക്ട് ചെയ്യുക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം റീസൺ മനസ്സിലായാലോ? ഇതിൽ മാത്രമാണ് എന്തുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത്. ന്യൂക്ലിയസിലാണ് നമ്മുടെ DNA പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. The next question, platelets are formed from what type of cells? ഏത് ടൈപ്പ് സെൽസിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. മെലാനോസൈറ്റ്സ്, മാക്രോഫേജസ്, ആസ്ട്രോസൈറ്റ്സ്, മെഗാകാരിയോസൈറ്റേസിയ. ഇതിൽ ഏതാണ് വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മെഗാകാരിയോസൈറ്റ്സിന് ഫ്രാഗ്മെന്റേഷൻ നടത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്ലേറ്റ്ലെറ്റ്സുകൾ അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സുകൾ കിട്ടുന്നത്. ഇനി മെലാനോസൈറ്റ്സ് ആണോ? മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞാല് these are the cells responsible for producing melanin അല്ലെ. അതായത് മെലാനിൻ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ കളർ കൊടുക്കുന്ന മെലാനിൻ പിഗ്മെന്റ് ആണ് മെലാനോസൈറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത്. Then macrophages എന്ന് പറഞ്ഞാൽ WBC ആണ്, which is other component of the blood. Then astrocytes എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന സെല്ലുകളാണ്. ന്യൂറൽ ടിഷ്യൂസിനെ അല്ലെങ്കിൽ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസുകളാണ് ആസ്ട്രോസൈറ്റ്സ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മെഗാകാരിയോസൈറ്റ്സ് ആണ് വരുന്നത്. The next question, clumping of cells is known as. എന്താണ് ക്ലംപിംഗ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ അല്ലെ. ബ്ലഡ് സെൽസിലെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോട്ടിംഗ് ആണോ, മ്യൂട്ടേഷൻ ആണോ, അഗ്ലൂട്ടിനേഷൻ ആണോ, ഗ്ലൂട്ടാതയോൺ ആണോ? മ്യൂട്ടേഷൻ എന്തായാലും വരില്ല അല്ലെ. പിന്നെ ഗ്ലൂട്ടാതയോണും വരില്ല. പിന്നെ ക്ലോട്ടിംഗ് ആയിരിക്കോ അഗ്ലൂട്ടിനേഷൻ ആയിരിക്കോ ക്ലംപിംഗ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാല്? ക്ലംപിംഗ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അഗ്ലൂട്ടിനേഷൻ ആണ് കേട്ടോ. അതായത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് മൂലം ഉണ്ടാവുന്നതാണ് അഗ്ലൂട്ടിനേഷൻ. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഇതിൽ നമ്മുടെ ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തിക്കനിങ് ആവുന്ന പ്രോസസ് ആണ്. അതായത് ബ്ലഡ് ഇങ്ങനെ കട്ടയായിട്ട് ഒരു സോളിഡ് മാസ് ഒക്കെ ഫോം ചെയ്ത് നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്നെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്നൊക്കെ പറയുന്നത്. അഗ്ലൂട്ടിനേഷൻ വിച്ച് ഈസ് റെഫേഴ്സ് ടു ദ clumping of cells, that is antigen antibody reactions. ഇവിടെ RBC സെൽസിന്റെ അഗ്ലൂട്ടിനേഷൻ ആണെങ്കിൽ which is called hemagglutination, WBCD ആണെങ്കിൽ leuco agglutination. ഇവിടെ ആന്റിജൻ ആന്റിബോഡി മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐസോ അഗ്ലൂട്ടിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the descriptive name of clotting factor 10? നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അതില് ഫാക്ടർ 10 പറയുന്ന നെയിം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഫൈബ്രിനോജൻ, ലബൈൽ ഫാക്ടർ, പ്രോത്രോംബിൻ, സ്റ്റുവാർട്ട് പ്രോവർ ഫാക്ടേഴ്സ്. ഏതായിരിക്കും ആൻസർ വരിക? ഫൈബ്രിനോജനും പ്രോത്രോംബിനും ഒന്നും അല്ല അല്ലെ. അതെല്ലാം ഫാക്ടർ 1, 2 വരുന്നതാണ്. പിന്നെ ലെബൈൽ ഫാക്ടർ ഏതാണ് വരുന്നത്? ഫാക്ടർ 5 ആണ് ലെബൈൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ആൻസർ വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ ഡി സ്റ്റുവാർട്ട് പ്രോവർ ഫാക്ടർ ആണ് ഫാക്ടർ 10 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഹിമോഫിലിക് ഫാക്ടർ, ക്രിസ്മസ് ഫാക്ടർ ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഫാക്ടർ 10 അറിഞ്ഞിരിക്കുക, സ്റ്റുവാർട്ട് പ്രോവർ ഫാക്ടർ ആണ്. 1 എന്ന് പറഞ്ഞാൽ ഫൈബ്രിനോജൻ, 2 പ്രോത്രോംബിൻ, 3 ടിഷ്യൂ ഫാക്ടർ അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ, 4 കാൽഷ്യം, 5 നമ്മൾ പറഞ്ഞു ലെബൈൽ ഫാക്ടർ, then 7 വരുന്നത് സ്റ്റേബിൾ ഫാക്ടർ, 8 വരുന്നത് ആന്റി ഹിമോഫിലിക് ഫാക്ടർ, 9 ആണ് ക്രിസ്മസ് ഫാക്ടർ, then 10 സ്റ്റുവാർട്ട് പ്രോവർ ഫാക്ടേഴ്സ്. ഓക്കെ, the next question, which of the following protects and support the body and organs? നമ്മൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ടിഷ്യൂസ്, ഡിഫറെന്റ് ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട് നമുക്ക്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഇതില് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് മസ്കുലർ ടിഷ്യൂ അല്ല, നെർവസ് ടിഷ്യൂ അല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നെർവസ് ടിഷ്യൂ എന്തിനാണ്? നമ്മുടെ ആ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ, ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനാണ്. മസ്കുലർ ടിഷ്യൂ ആണെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ആണ് വരുന്നത്. പിന്നെ എപ്പിത്തീലിയൽ വരുമോ കണക്റ്റീവ് വരുമോ എന്നായിരിക്കും നമുക്ക് ഒരു ജസ്റ്റ് ഡൗട്ട് വരിക അല്ലെ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൊട്ടക്ട് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഏത് സെലക്ട് ചെയ്യുക?
കണക്റ്റീവ് ടിഷ്യൂ സെലക്ട് ചെയ്യാം. ഇനി കവറിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏത് സെലക്ട് ചെയ്യാം? എപ്പിത്തീലിയൽ ടിഷ്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ, കവറിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാണെങ്കിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രൊട്ടക്ട് ആൻഡ് സപ്പോർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും. കവറിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു എപ്പിത്തീലിയൽ ആൻഡ് സപ്പോർട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ടു കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, the next question, the spleen sinuses are filled with. ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സ്പ്ലീൻസിന്റെ സൈനസസ് എന്ത് വെച്ചിട്ടാണ് ഫിൽ ചെയ്തിരിക്കുന്നത്? അപ്പൊ സ്പ്ലീൻസ് നമുക്കറിയാം ഒരു ലിംഫോയിഡ് ഓർഗൻ ആണെന്ന് അറിയാം അല്ലെ. ലിംഫോയിഡ് ഓർഗൻ ആണ് സ്പ്ലീൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ബ്ലഡ്, ലിംഫ്, സോൾട്ട്, വാട്ടർ എന്ന് കാണുമ്പോൾ ലിംഫ് ആയിരിക്കും തോന്നുന്നത്. പക്ഷെ അല്ല, ലിംഫ് സൈനസുകൾ അല്ലെങ്കിൽ സ്പ്ലീൻ സൈനസുകൾ എപ്പോഴും ഫിൽ ചെയ്തിരിക്കുന്നത് ബ്ലഡ് കൊണ്ടിട്ടായിരിക്കും കേട്ടോ. ഈ സ്പ്ലീൻ സൈനസസിനെ നമ്മൾ ബ്ലഡ് റിസർവോയർ ആയിട്ടാണ് അവ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ബ്ലഡ് ഫിൽറ്റർ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഹെമറേജ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ബ്ലഡിനെ സ്ക്യൂസ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ പറയുന്ന സ്പ്ലീനിന്റെ സൈനസസുകളാണ്. ഓക്കെ, അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. The next question, lymph carries digested and absorbed fat from. ഇനി ലിംസിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ആണ് ഫാറ്റ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡൈജസ്റ്റഡ് ഫാറ്റിനെ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത് ക്യാരി ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, കോളൺ, ഈസോഫാഗസ് എവിടെയായിരിക്കും വരിക? ആൻസർ വരിക ഓപ്ഷൻ ബി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആയിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാം, പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് എടുത്തു ചോദിക്കാം സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഏത് പോർഷനിൽ നിന്നാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വില്ലയിലുള്ള ലാക്റ്റിയലിൽ നിന്നായിരിക്കും എന്ത് കളക്ട് ചെയ്യുന്നത്? ഈ ഒരു ഫാറ്റ്സ് ലിംബ് കളക്ട് ചെയ്യുന്നത്. ലിംബിന്റെ അതർ ഫങ്ഷൻസ് നോക്കിയാൽ ന്യൂട്രിയൻസ്, ഹോർമോൺസിന്റെ ഒക്കെ സപ്ലൈ സെല്ലിലേക്ക് സപ്ലൈ ചെയ്യുന്നു. പിന്നെ സെൽ അല്ലെങ്കിൽ ടിഷ്യൂ എന്നുള്ള വേസ്റ്റസിനെ അല്ലെങ്കിൽ മെറ്റബോളിക് വേസ്റ്റസിനെ അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രാ ഉള്ള വാട്ടേഴ്സിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഫാറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ്, മിനറൽസ് ഇവയുടെയൊക്കെ അബ്സോർപ്ഷനും ട്രാൻസ്പോർട്ടേഷനും ഹെൽപ്പ് ചെയ്യുന്നു. പർട്ടിക്കുലർലി എവിടെ നിന്നാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്? നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വില്ലയിൽ പ്രസന്റ് ആയിരിക്കുന്ന ലാക്റ്റിയൽസിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. Okay. Then moving to the next question, the spleen is located under the rib cage and above the stomach in the dash of abdomen. Abdomen നമ്മൾ 4 പോർഷൻ ആക്കിയിട്ടുണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ തന്നെ ലെഫ്റ്റിന്റെ ലോവർ, റൈറ്റിന്റെ ലോവർ അല്ലെ, 4 ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്പ്ലീൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് എപ്പോഴും അറിയാം സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ അപ്പർ പോർഷനിലായിരിക്കും അല്ലെ, ലോവർ പോർഷനിലല്ല അപ്പർ പോർഷനിലാണ് സ്പ്ലീൻ വരുന്നത്. അത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ വരുന്നതെന്നാണ് ഇനി കൺഫ്യൂഷൻ അല്ലെ. എവിടെയായിരിക്കും വരുന്നത്? സ്പ്ലീൻ വരുന്നത് ലെഫ്റ്റ് പോർഷനിലായിരിക്കും കേട്ടോ. അതായത് ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് നോക്കിയാൽ കിഡ്നി, അതുപോലെ തന്നെ ലോവർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആയിരിക്കും. അപ്പൊ കിഡ്നിയും ലാർജ് ഇൻറ്റസ്റ്റൈനും ഒക്കെ ആയിരിക്കും ലെഫ്റ്റ് ലോവറിൽ വരുന്നത്. ഇനി റൈറ്റ് സൈഡ് എടുത്താൽ റൈറ്റ് സൈഡിന്റെയും ലോവറിൽ എന്തുണ്ടായിരിക്കും? ലാർജ് ഇൻറ്റസ്റ്റൈനും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അപ്പൻഡിക്സും ഉണ്ടായിരിക്കും. ഇനി റൈറ്റിന്റെ അപ്പർ പോർഷൻ എടുത്താൽ ലിവറും ഗാൽ ബ്ലാഡറും ഒക്കെ ആയിരിക്കും റൈറ്റ് അപ്പർ ക്വാഡ്രന്റിൽ വരുന്നത്. അപ്പം സ്പ്ലീൻ എവിടെയാണ്? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ലൊക്കേറ്റഡ് പോസ്റ്റീരിയർ ടു ദ സ്റ്റൊമക്ക്, നമ്മുടെ സ്റ്റൊമക്കിന് പോസ്റ്റീരിയർ ആയിട്ട് ആന്റീരിയർ ടു ദ ലെഫ്റ്റ് ഹെമി ഡയഫ്രം അറ്റ് ദ ലെവൽ ഓഫ് റിബ്സ് 9 to 10 ആയിരിക്കും സ്പ്ലീൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the next question, which of the following is not a secondary lymphoid organs? ഇതിൽ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻസ്. ലിംഫോയിഡ് ഓർഗൻ നമുക്ക് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട് അല്ലെ. ഇതിൽ ഏതായിരിക്കും സെക്കൻഡറി അല്ലാത്തത്? തൈമസ്, സ്പ്ലീൻ, മെസെൻട്രിക് ലിംഫ് നോഡ്, പേയേഴ്സ് പാച്ചസ്. ഈ പറയുന്ന സ്പ്ലീനും മെസെൻട്രിക് ലിംഫ് നോഡും എല്ലാം തന്നെ എന്താണ്? സെക്കൻഡറി ആണ്. തൈമസ് മാത്രമാണ് ഇവിടെ സെക്കൻഡറി അല്ലാതെ വരുന്നത്. തൈമസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്. തൈമസ് കൂടാതെ ബോൺ മാരോയും എന്താണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്. സെക്കൻഡറിയിൽ വരുന്നത് സ്പ്ലീൻ ഉണ്ട്, ലിംഫ് നോഡ് ഉണ്ട്, പേയേഴ്സ് പാച്ചസ് ഉണ്ട്, മ്യൂക്കോസൽ ടിഷ്യൂസ് അതായത് മാൾട്ട് എന്ന് പറയും അല്ലെ. ഇത്രയാണ് വരുന്നത്. The next question, where are plasma cells
ഫൗണ്ട് ഇൻ ദ ലിംഫ് നോഡ്. ലിംഫ് നോഡിൽ തന്നെ പ്ലാസ്മ സെൽസ് പ്രസന്റ് ആയിരിക്കുന്നത് ഏതൊരു പോർഷനിലാണ്? ലിംഫ് സൈനസുകളിലാണോ? അല്ല അല്ലെ, സൈനസുകളിലല്ല, ലിംഫ് സൈനസുകളിലല്ല. മെഡുലറി കോർട്ടെക്സ് ക്യാപ്സ്യൂൾസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, മെഡുലറി കോർട്സുകളിലാണ് എന്ത് പ്ലാസ്മ സെൽസ് കാണപ്പെടുന്നത്. അത് കൂടാതെ തന്നെ ആന്റിബോഡി സെക്രീറ്റിംഗ് പ്ലാസ്മ സെൽസ്, ബി സെൽസ്, മാക്രോഫേജസ് ഇതെല്ലാം കാണപ്പെടുന്നത് മെഡുലറി കോഡുകളിലാണ്. സ്പ്ലീനിന്റെ സ്ട്രക്ചർ ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, the next question, MALT അതായത് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫ് ടിഷ്യൂ കോൺസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ. ഏതൊക്കെയാണ് മാൾട്ടിന് എക്സാമ്പിൾ വരിക? മാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു മ്യൂക്കോസ പ്രസന്റ് ആയിരിക്കുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന ലിംഫോയിഡ് ടിഷ്യൂസ് ആണ് അല്ലെ. പേയേഴ്സ്, പാച്ചസ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പം മാൾട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലിംഫോയിഡ് ടിഷ്യൂസിന് എത്ര പെർസെന്റേജ് വരും എന്നാണ് ക്വസ്റ്റ്യൻസ്. 25 ആണോ, 50 ആണോ, 75 ആണോ, 95 ആണോ? എത്രയായിരിക്കും വരിക? കറക്റ്റ് ഹാഫ് പോർഷൻ ആണ് കേട്ടോ വരിക. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 50% ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ ആണ് എന്തെന്ന് പറഞ്ഞാൽ മാൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മാൾട്ടിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? Examples of malt include tonsils, Peyer's patches in the small intestine and vermiform appendix. ഇതൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്. The next question, which sequence best describe the flow of lymph through lymphatic systems? അപ്പം ഇതിൽ ഏതാണ് ലിംഫിന്റെ ആ ഒരു സർക്കുലേഷൻ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് നോക്കാം. ട്രങ്ക്, കാപ്പിലറീസ്, വെസൽസ്, ഡക്റ്റ്. Capillaries, vessels, trunks, duct. Duct, trunks, capillaries, vessels, duct, vessels, trunks, capillaries. എപ്പോഴും അറിഞ്ഞിരിക്കുക നമ്മുടെ സെൽസിൽ നിന്ന് അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് സ്മോൾ ബ്ലഡ് വെസൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ കാപ്പിലറീസ് ആണ് കളക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പം കാപ്പിലറീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് തന്നെയായിരിക്കും കറക്റ്റ് ആൻസർ. കാപ്പിലറീസ്, അത് കഴിഞ്ഞ് വെസൽസ്, പിന്നെ കുറച്ചുകൂടെ വലുത് ട്രങ്ക്സ്, പിന്നെ ഏറ്റവും വലിയ കളക്ടിങ് ഡക്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ലിംഫിന്റെ സർക്കുലേഷൻ നോക്കിയാൽ ലിംഫ് കാപ്പിലറി, ലിംഫ് നോഡ്, ലിംഫ് വെസൽ, ലിംഫ് ട്രങ്ക് ആൻഡ് ഡക്റ്റ് ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. The next question, large lymph capillaries in a lymph node spanned by crisscrossing reticular fibers are known as. നമ്മുടെ ലിംഫ് നോഡ്സിൽ ഈ റെറ്റിക്കുലർ ഫൈബേഴ്സ് പ്രസന്റ് ആണ് അല്ലെ. അത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ട്രബേക്കുലെ, ലിംഫ് ഫോളിക്കിൾസ്, മിഡിലറി കോഡ്സ്, ലിംഫ് സൈനസ് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? അല്ലെങ്കിൽ അതിന് പറയുന്ന ആ ഒരു ലാർജ് ലിംഫ് കാപ്പിലറീസിന് പറയുന്ന പേരെന്താണെന്നാണ്. ട്രബേക്കുലയാണോ വരിക? അല്ല, ട്രബേക്കുലയല്ല വരിക. ആൻസർ വരുന്നത് ലിംഫ് സൈനസുകളാണ് കേട്ടോ. ലിംഫ് സൈനസുകളാണ്. ലിംഫ് സൈനസുകൾ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഓപ്പൺ സ്പേസ് വിത്തിൻ എ ലിംഫ് നോഡ് വെയർ ലിംഫ് ഫ്ലോസ് ആൻഡ് ഈസ് ഫിൽറ്റേർഡ്. ആൻഡ് ഇവിടെ ഒരു റെറ്റിക്കുലർ ഫൈബേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ട്രബേക്കുല എന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ എക്സ്റ്റൻഷൻസ് ആണ്. ലിംഫ് ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റേഴ്സ് ഓഫ് ലിംഫോസൈറ്റ്സിന്റെ ഡെൻസ്, അതിനെയാണ് ലിംഫ് ഫോളിക്കിൾസ് എന്ന് പറയുന്നത്. മെഡുലറി കോഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ലിംഫോസൈറ്റും മാക്രോഫേജസും പ്ലാസ്മ സെൽസും ഒക്കെ പ്രസന്റ് ആയിരിക്കും മെഡുലറി കോഡ്സുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. The next question, when B lymphocytes are dividing rapidly, the dash of the lymphoid tissue enlarge. നമ്മുടെ ബി ലിംഫോസൈറ്റ്സ് അതായത് ആന്റിജൻസ് പ്രസന്റ് ആവുന്ന സമയത്ത് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബി ലിംഫോസൈറ്റ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ആന്റിജൻസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്താൽ ഈ ബി ലിംഫോസൈറ്റ് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ പ്രോലിഫറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ഇതിൽ ഏത് പോർഷനാണ് ലിംഫോയിഡ് ടിഷ്യൂവിന്റെ ഏത് പോർഷനാണ് എൻലാർജ് ചെയ്യുന്നിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻസ്. ജെർമിനൽ സെന്റേഴ്സ്, റെറ്റിക്കുലർ ഫൈബേഴ്സ്, ഡിഫ്യൂസ്ഡ് ലിംഫോയിഡ് ടിഷ്യൂസ്, ലിംഫോയിഡ് നോഡ്യൂൾസ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ, ജെർമിനൽ സെന്റേഴ്സ് ആണ് കേട്ടോ. ഈ ജെർമിനൽ സെന്റേഴ്സിലാണ് ബി ലിംഫോസൈറ്റ് പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ആന്റിജൻ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പ്രോലിഫറേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു സറൗണ്ടിങ് ടിഷ്യൂസും എന്താവാനായിട്ട് തുടങ്ങും? എൻലാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. The next question, cytotoxic T cells destroy the target cells. How? എങ്ങനെയാണ് നമ്മുടെ T cells, നമ്മുടെ B cells ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് T cells ഉണ്ടായിരിക്കും അല്ലെ. T cells എങ്ങനെയാണ് ടാർഗറ്റ് സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ.
ത്രൂ ഇഞ്ചക്ഷൻ ഓഫ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ, TNF ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് കൊണ്ടാണോ, ത്രൂ ഇൻസേർഷൻ ഓഫ് പെർഫോറൻസ് ഇൻ ടു ദ ടാർജറ്റ് മെംബ്രെയിൻ, ടാർജറ്റ് മെംബ്രെയിനിലേക്ക് പെർഫോറിൻ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റിന്റെ റിലീസ് കൊണ്ടാണോ, ഏതുകൊണ്ടാണ് ആൻസർ വരുന്നത്? അപ്പൊ അറിഞ്ഞിരിക്കുക, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് നമ്മുടെ T സെൽസിൽ രണ്ട് ടൈപ്പ് പ്രോട്ടീൻസിനെ ഇവ റിലീസ് ചെയ്യാറുണ്ട്. ഒന്നാമത് പ്രീ ഫോംഡ് സൈറ്റോടോക്സിക് പ്രോട്ടീൻ ആയിട്ടുള്ള ദ ഗ്രാൻസൈൻസും അതുപോലെ പോർഫോമിക് പ്രോട്ടീൻസ് ആയിട്ടുള്ള പെർഫോറിനും ഇവ റിലീസ് ചെയ്യും. ഈ പെർഫോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർജറ്റ് സെല്ലിൽ ഹോള് പഞ്ച് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് പെർഫോമിംഗ് പ്രോട്ടീൻ പെർഫോറിൻസ്. ഇനി ഈ ഒരു പെർഫോറിൻസ് അവിടെ ഒരു ഹോള് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റോടോക്സിക് പ്രോട്ടീൻ ആയിട്ടുള്ള ഗ്രാൻസൈൻസിനെ അതിലേക്ക് റിലീസ് ചെയ്യും. അങ്ങനെയാണ് ഇവ ഒരു ടാർജറ്റ് സെല്ലിനെ എന്ത് ചെയ്യുന്നത്, നശിപ്പിച്ചു കളയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ത്രൂ ഇൻസേർഷൻ ഓഫ് ദ പെർഫോറിൻ ഇൻ ടു ദ ടാർജറ്റ് മെംബ്രെയിൻ. പെർഫോറിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെർഫോമിംഗ് പ്രോട്ടീൻ ആണ് കേട്ടോ. Okay. The next question, which of the following part is the largest of the lymphatic organ? നമുക്കറിയാം lymphatic organs bone marrow, spleen, thymus, tonsils ഒക്കെ വരും. thymus, bone marrow, spleen ഒക്കെ വരും. ഇതില് ലാർജസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സ്പ്ലീൻ ആണ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാല്, അതുപോലെ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാല് തൈമസ് ആണ് എന്തെന്ന് പറഞ്ഞാല് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാല്. ഇനി അതുപോലെ പ്രത്യേകതയാണ് നമ്മുടെ ഫീറ്റസിൽ RBC പ്രൊഡക്ഷൻ നടക്കുന്നതും എവിടെയാണ്, ഈ പറയുന്ന സ്പ്ലീനിലാണ്. The next question, pulse pressure means. പൾസ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഡയസ്റ്റോളിക് പ്രഷർ ആണോ, സിസ്റ്റോളിക് പ്രഷർ ആണോ, അതോ സിസ്റ്റോളിക്കിന്റെയും ഡയസ്റ്റോളിക്കിന്റെയും കൂടെ ഡിഫറൻസ് ആണോ, അതോ പൾമിനറി വെയിൻസിലുള്ള പ്രഷറിനെയാണോ നമ്മൾ പൾസ് പ്രഷർ എന്ന് പറയുന്നത്? പൾസ് പ്രഷർ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരിക. ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ആണ് പൾസ് പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the best parameter for the analysis of hypoxic hypoxia? അല്ലെ, hypoxic hypoxia എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഓക്സിജൻ ലെവൽ കുറയുന്ന കണ്ടീഷൻ ആണ് ഹൈപ്പോക്സിയ. അപ്പം അത് അനലൈസ് ചെയ്യാനുള്ള ബെസ്റ്റ് പാരാമീറ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ്. ആർട്ടീരിയൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ആർട്ടീരിയൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, വീനസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻസ്, AV ഡിഫറൻസ് ഏതായിരിക്കും വരുന്നത്? ഇവിടെ വരുന്നത് ആർട്ടീരിയൽ, ആർട്ടറീസ് ഉള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പം നമ്മുടെ ആ ഒരു ബ്ലഡ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജന്റെ എമൗണ്ടിനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് അനലൈസ് ചെയ്താൽ നമുക്ക് ഹൈപ്പോക്സി എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. The next question, the left common carotid artery is the branch of. ഇതിൽ എന്തിന്റെ ബ്രാഞ്ച് ആണ് കോമൺ കരോട്ടിഡ് ആർട്ടറി എന്നാണ് ക്വസ്റ്റ്യൻ. ബ്രാങ്കിയോസെഫാലിക് ആർട്ടറി, ആർക്ക് ഓഫ് അയോട്ട, സബ്ക്ലേവിൻ ആർട്ടറി ഓഫ് ഡിക്രീസ് ഇൻ ദ ബ്ലഡ്, കൊറോണറി ആർട്ടറി. ഇതിൽ ഏതാണ് വരിക? അപ്പൊ ഇതറിയണമെങ്കിൽ നമ്മൾ അയോട്ടയുടെ ബ്രാഞ്ചിങ് അറിയണം. ഓക്കെ, അയോട്ടയുടെ ബ്രാഞ്ചിങ് അറിഞ്ഞാലാണ് നമുക്ക് ഇതറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞാൽ ആർക്ക് ഓഫ് അയോട്ടയുടെ ബ്രാഞ്ച് ആണ്. അതാ ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അയോട്ട, റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, ദെൻ ഈ ഒരു ഇത് പോയിട്ട് ബ്രാങ്കിയോസെഫാലിക് ആർട്ടറി, റൈറ്റ് സബ്ക്ലേവിനും റൈറ്റ് കോമൺ ആർട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആർക്ക് ഓഫ് അയോട്ടയിൽ ഡയറക്റ്റ് വരുന്നതാണ് എന്ത്, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി. ഇതായിരുന്നു നമ്മളോടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ. അതുപോലെ ലെഫ്റ്റ് സബ്ക്ലേവിൻ ആർട്ടറി. ഇപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർമേഷൻ ഓഫ് ക്ലോട്ട് ഇൻ കൊറോണറി ആർട്ടറി ഈസ് ടേംഡ് ആസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കൊറോണറി ആർട്ടറിയിൽ ഉണ്ടാവുന്ന ക്ലോട്ടിന് പറയുന്ന ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷനിൽ എന്തൊക്കെയാണുള്ളത്? അരിത്മിയ, കൊറോണറി ത്രോംബോസിസ്, മയോകാർഡിയൽ ഇസ്കീമിയ, അതെറോസ്ക്ലെറോസിസ്. ഇതിൽ അരിത്മിയ നമുക്കറിയാം എന്താണ്, ഹാർട്ട് ബീറ്റിന്റെ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിലുള്ള ഇറഗുലാരിറ്റി അല്ലെ. ഹാർട്ട് ബീറ്റിന്റെ ഇറഗുലാരിറ്റി ആണ് അരിത്മിയ എന്ന് പറയുന്നത്. അപ്പം അത് ക്ലോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല. ഇനി നോക്കിക്കേ, അതെറോസ്ക്ലെറോസിസ്. അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടറിയിൽ തന്നെ ഉണ്ടാവുന്ന പ്രോബ്ലം ആണ്, പക്ഷെ അവിടുത്തെ ഫാറ്റ് ഡെപ്പോസിഷനെയാണ് അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത് അല്ലെ. ഫാറ്റ് ഡെപ്പോസിഷൻ ആണ്. ഇനി മയോകാർഡിയൽ ഇസ്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മയോകാർഡിയൽ ഇസ്കീമിയ എന്ന് പറഞ്ഞാൽ
ഓക്സിജൻ ഡിമാൻഡ് കൂടുക അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കുറയുക, ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മയോകാർഡിയൽ ഇസ്കീമിയ എന്ന് പറയുന്നത്. അങ്ങനെ ഓക്സിജൻ സപ്ലൈ കുറയുന്നത് മൂലം നമ്മുടെ മസിൽസിന് അനുഭവപ്പെടുന്ന സ്ട്രെസ്സിനെയാണ് മയോകാർഡിയൽ ഇസ്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണറി ആർട്ടറിയിലുള്ള ക്ലോട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം എന്ന് പറഞ്ഞാൽ കൊറോണറി ത്രോംബോസിസ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൊറോണറി ത്രോംബോസിസ്. Then moving to the next question, which sequence describe the systemic circulation? അപ്പോൾ ഇതിൽ ഏത് സീക്വൻസ് ആണ് സിസ്റ്റമിക് സർക്കുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നമുക്കറിയാം, നമുക്ക് രണ്ട് ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും അതുപോലെ പൾമിനറി സർക്കുലേഷനും അല്ലെ. പൾമിനറി സർക്കുലേഷൻ, ഇതിൽ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് ബ്ലഡിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഹാർട്ടിന്റെ സർക്കുലേഷൻ ആണ് സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമിനറി ആകുമ്പോൾ എങ്ങനെയാണ്? നേരെ റിവേഴ്സ് ആണ് അല്ലെ വരിക, അതായത് ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്ന് ലങ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പം അതല്ല, സിസ്റ്റമിക് സർക്കുലേഷനിൽ പൾമിനറി അല്ലെങ്കിൽ ലങ്സ് ഇൻവോൾവ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും നോക്കാം. അവിടെ രണ്ടും പൾമിനറി ട്രങ്ക്സ് വരുന്നുണ്ട് അല്ലെ. അപ്പം അത് രണ്ടും നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. ഇനി എയും ബിയും നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം. ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട, ആർട്ടറി, വെയിൻസ്, കാപ്പിലറീസ്. ഇതില് ശരിയാണ്, കുറച്ച് ശരിയാണ്. കാരണം സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തന്നെയാണ് അല്ലെ. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ഇനി ഇത് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ ഏതാണ്? അയോട്ടയാണ്, നമ്മുടെ ലാർജസ്റ്റ് ആർട്ടറി എന്നറിയപ്പെടുന്ന അയോട്ട. അതും ശരിയാണ്. ഇനി അയോട്ട ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞ് എന്തായിട്ട് മാറുന്നു? ആർട്ടറീസ് ആയിട്ട് മാറുന്നു. ദെൻ ആർട്ടറീസിൽ നിന്ന് ഡയറക്റ്റ് വെയിനിലോട്ടാണോ ഇത് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന? അല്ല, ആർട്ടറിക്കും വെയിനിനും ഇടക്കായിട്ട് കാപ്പിലറീസ് ഉണ്ടാവും ഇല്ലേ. കാപ്പിലറീസ് ഉണ്ടാവും. ഈ കാപ്പിലറീസ് വഴിയാണ് എന്ത് പോകുന്നത്? നമ്മുടെ ബ്ലഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പം ഇത് ആർട്ടറീസ് ആണെങ്കിൽ ദെൻ വെയിൻസ്, ഇതിനിടയിലായിട്ട് കാപ്പിലറീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് സിസ്റ്റമിക് സർക്കുലേഷൻ മൂവ് ചെയ്യുന്നത്. മൂവിങ് ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അയോട്ട വഴി, ആർട്ടറി വഴി കാപ്പിലറീസിൽ വന്നിട്ട് ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഡിഫ്യൂഷൻ നടക്കുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുന്നു. ദെൻ അത് വെയിൻസിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം ഏത് വരും നമ്മുടെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട, ആർട്ടറി, കാപ്പിലറീസ്, വെയിൻസ്. ഓക്കെ. The next question, the reason for dichrotic notch on the aortic pressure curve. നമ്മൾ എപ്പോഴും ECG കർവിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അയോട്ടിക് പ്രഷർ കർവിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. അയോട്ടിക് പ്രഷർ കർവിൽ ഒരു ഡിക്രോട്ടിക് നോച്ച് കാണാറുണ്ട്. അത് നമുക്ക് ആ ഒരു ഫിഗറിൽ നോക്കിയാൽ ഇതാണ് അയോട്ടിക് പ്രഷർ കർവ്. ഈ ഭാഗത്ത് ഉണ്ടാവുന്ന, അതായത് സിസ്റ്റോളിന് ശേഷം ഡയസ്റ്റോൾ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു കർവാണ് ഡിക്രോട്ടിക് നോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിക്രോട്ടിക് നോച്ച് എന്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ഓപ്ഷൻസ് നോക്കാം. കൺട്രാക്ഷൻ ഓഫ് ദ അയോട്ട, ക്ലോഷർ ഓഫ് ദ അയോട്ടിക് വാൽവ്, റാപ്പിഡ് ഫില്ലിംഗ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ക്ലോഷർ ഓഫ് ദ പൾമിനറി വാൽവ്. ഏതായിരിക്കും ആൻസർ വരിക? സിസ്റ്റോള് ഡയസ്റ്റോള് തുടങ്ങുന്നതിന് മുമ്പാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അല്ലെ. അപ്പം ആ അയോട്ടിക് കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു വാൽവിന്റെ ക്ലോഷർ വരുമ്പോഴാണ് ഈ ഡിക്രോട്ടിക് നോച്ച് ഉണ്ടാവുന്നത്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. The small secondary pressure increase in the beginning of the diastole is referred to as dichrotic notch. എന്താണ് ആ ഒരു സെക്കൻഡറി പ്രഷർ? ജസ്റ്റ് ഡയസ്റ്റോളിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന അതിനെ റെഫർ ചെയ്യുന്നതാണ് ഈ ഡിക്രോട്ടിക് നോച്ച് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ്? അയോട്ടിക് വാൽവിന്റെ ക്ലോഷർ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നോക്കിയേ, ആ ഒരു ഫിഗറിൽ നോക്കിയാൽ ജസ്റ്റ് സിസ്റ്റോള് സ്റ്റോപ്പ് ചെയ്തു, ഡയസ്റ്റോള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ആ ഒരു പ്രഷർ ചേഞ്ച് ഉണ്ടാവുന്നത്. ഓക്കെ.
The next question, a rise in the carotid sinus pressure leads to, നമുക്ക് carotid artery അല്ലെങ്കിൽ carotid pressure increase ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് അല്ലെ? റിഫ്ലെക്സ് ഹൈപ്പർകാപ്നിയ, റിഫ്ലെക്സ് ഹൈപ്പറപ്നിയ, റിഫ്ലെക്സ് ബാഡികാർഡിയ, റിഫ്ലെക്സ് ടാക്കികാർഡിയ. നമുക്ക് ഇതുപോലൊരു പ്രഷർ വേരിയേഷൻ ഒക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ CNS സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹാർട്ട് റേറ്റിനെയാണ് ഇവ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിനെയാണ് ഇവ എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രഷർ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ വന്നാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതിനെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക? ഹാർട്ട് റേറ്റ് കൂട്ടിക്കൊണ്ടായിരിക്കോ കുറച്ചുകൊണ്ടായിരിക്കോ മാനേജ് ചെയ്യുക? എപ്പോഴും ഹാർട്ട് റേറ്റ് കുറച്ചുകൊണ്ടായിരിക്കും അത് മാനേജ് ചെയ്യുക. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി, റിഫ്ലെക്സ് ബ്രാഡികാർഡിയാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയാൽ കാരോട്ടിഡ് സൈനസ് ബാരോ റിസപ്റ്റേഴ്സ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ, ആ ബ്ലഡ് പ്രഷറിൽ ഉണ്ടായ ഇൻക്രീസിനെ ഡിറ്റക്ട് ചെയ്യുകയും അങ്ങനെ നെർവസ് സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുകയും ചെയ്യും. ഈ നെർവസ് സിസ്റ്റം ട്രിഗർ ആവുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് ബ്രാഡികാർഡിയ. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ അവിടെ ഡിക്രീസ് ചെയ്യുന്നു. ഇനി എന്താണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന റിഫ്ലെക്സ് ഹൈപ്പർകാപ്നി എന്ന് പറഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് റിഫ്ലെക്സ് ഹൈപ്പർകാപ്നിയ. അതുപോലെ ഹൈപ്പർപ്നിയ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്ങിന്റെ റേറ്റ്, ഡെപ്ത്, ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ഹൈപ്പർപ്നിയ എന്ന് പറയുന്നത്. പിന്നെ റിഫ്ലെക്സ് ടാക്കികാർഡിയ അവിടെ ഉണ്ടാക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. Next question, Purkinje fibers situated distal to the AV junction become the pacemaker of the heart. What is the expected heart rate? നമുക്കറിയാം നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം അല്ലെ, ഹാർട്ടിലെ കണ്ടക്ഷൻ സിസ്റ്റം ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? SA നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. SA നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് അല്ലെ. SA നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ അത് കണ്ടക്ട് ചെയ്ത് AV നോഡിലേക്ക് പോകുന്നു, ദെൻ AV നോഡിൽ നിന്ന് പർക്കിൻജി ഫൈബേഴ്സ് അങ്ങനെ കണ്ടക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ SA നോഡിന് എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ കണ്ടക്ഷൻ സിസ്റ്റം അതിൻ്റെതായ രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ AV നോഡ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? ഈ ഒരു കണ്ടക്ഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ AV നോഡിനും എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ പർക്കിൻജി ഫൈബേഴ്സ് ഈ ഒരു ഇമ്പൾസ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്ഷൻ സിസ്റ്റം ജനറേറ്റ് ചെയ്യും. അങ്ങനെ കണ്ടക്ഷൻ സിസ്റ്റം നമ്മുടെ പർക്കിൻജി ഫൈബേഴ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് ഹാർട്ട് റേറ്റ് വരുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം SA നോഡ് ആകുമ്പോഴത്തേക്ക് ഒരു 60 to 100 റേഞ്ചിലാണ് അല്ലെ വരുന്നത്, അതായത് 72 ബീറ്റ് പെർ മിനിറ്റ് നമ്മൾ ആവറേജ് എടുക്കുന്നു. അപ്പൊ പർക്കിൻജി ഫൈബേഴ്സ് വന്നാൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 30 പെർ മിനിറ്റ്, 50 പെർ മിനിറ്റ്, 60 പെർ മിനിറ്റ്, 70 പെർ മിനിറ്റ്. എത്രയായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ, 30 മിനിറ്റ് ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു SA നോഡ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു റേഞ്ച് വരുന്നത് 60 to 100 ആണ്, അതുകൊണ്ടാണ് നമ്മൾ 72 ആവറേജ് എടുക്കുന്നത്. ഇനി AV നോഡ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ വരുന്നത് 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റ് വരും. അതുപോലെ പർക്കിൻജി ഫൈബേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ കുറവായിരിക്കും, 15 to 40 ആയിരിക്കും വരിക. അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് 30 അവിടെ സെലക്ട് ചെയ്യുന്നത്. Okay. The next question, which of the following is the normal weight of the right lung in an adult? നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓർഗൻ സിസ്റ്റത്തിന്റെ വെയിറ്റ്, അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റത്തിന്റെ ലൊക്കേഷൻസ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒരു അഡൾട്ടിന്റെ റൈറ്റ് ലങ്ങിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു വാല്യൂസ് ഒക്കെ ജസ്റ്റ് നമുക്ക് ബൈഹേർട്ട് ചെയ്ത് വെക്കാനേ പറ്റത്തുള്ളൂ. റൈറ്റ് ലങ്ങിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 625 ഗ്രാം ആണ് വരുന്നത്. നമുക്ക് കുറച്ച് റെഫറൻസ് ചെയ്താൽ ബ്രെയിനിന്റെ വരുന്നത് 1179 to 1621 ഗ്രാം ആണ് വരുന്നത്. ലിവറിന്റെ അതുപോലെ തന്നെ 968 to 1860 ആണ് വരുന്നത്. സ്പ്ലീനിൻ്റെതാണെങ്കിൽ 28 to 226 ഗ്രാം ആണ് വരുന്നത്. റൈറ്റ് ലങ്ങിന്റെ ആണെങ്കിൽ 155 to 720, 112 to 675 വരുന്നു. റൈറ്റ് കിഡ്നിയും ലെഫ്റ്റ് കിഡ്നിയും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്, 81 to 160 റൈറ്റ് കിഡ്നിയും, ലെഫ്റ്റ് കിഡ്നി 83 to 176 ഗ്രാമും ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a chronic respiratory disorder caused by smoking?
നമുക്ക് സ്മോക്കിംഗ് മൂലം ഉണ്ടാവുന്ന ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആസ്മ, എംഫൈസിമ, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്. ഇതിൽ ആസ്മ നമുക്കറിയാം അല്ലെ, ആ ഒരു ബ്രോങ്കിയൽ കൺട്രാക്ഷൻ ഉണ്ടാവുമ്പോഴാണ്, ബ്രോങ്കിയൽ മസിൽസിന്റെ കൺട്രാക്ഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എയർവേ നാരോ ആവുന്ന കണ്ടീഷനാണ് ആസ്മ എന്ന് പറഞ്ഞത്. അപ്പൊ ആസ്മ ഒരിക്കലും സ്മോക്കിംഗ് മൂലം ഉണ്ടാവുന്ന ഒരു ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡർ അല്ല. അതുപോലെ റെസ്പിറേറ്ററി ആൽക്കലോസിസ്, അസിഡോസിസ്, ഇതൊക്കെ എന്താണ്? റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു ബ്ലഡിൽ കൂടിയിട്ട് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാൻ പറ്റാത്ത കണ്ടീഷനാണ് റെസ്പിറേറ്ററി ആസിഡോസിസ്. ആൽക്കലോസിസ് എന്ന് പറഞ്ഞാലും ആ ഒരു ഓക്സിജന്റെ അല്ലെങ്കിൽ ആ ഒരു റേറ്റ് കൂടുന്ന കണ്ടീഷനാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അപ്പം ഏത് വരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, എംഫൈസിമയാണ് വരുന്നത്. എ ക്രോണിക് ഡിസോർഡർ മെയിൻലി കോസ്ഡ് ബൈ ദ സിഗരറ്റ് സ്മോക്കിംഗ് വെയർ ദ ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ്. നമ്മുടെ ആൽവിയോളാർ വാൾസ് ഡാമേജ് ആയിട്ട് നമ്മുടെ റെസ്പിറേറ്റിംഗ് സർഫസ് അവിടെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമുക്കറിയാം നമ്മുടെ റെസ്പിറേഷന്റെ സിംപ്ലർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആൽവിയോളയാണ് അല്ലെ. ഇവിടെ നടക്കുന്ന ഡിഫ്യൂഷൻ പ്രോസസ്സ് മൂലമാണ് നമുക്ക് ബ്രീത്തിങ് സക്സസ്ഫുൾ ആവുന്നത്. സോ ആൽവിയോളാർ ഡാമേജ് നശിക്കുകയും അങ്ങനെ ആ ഒരു ക്രോണിക് ഡിസോർഡറിനെയാണ് നമ്മൾ എംഫൈസിമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈലം ഓഫ് ദ റൈറ്റ് ലങ് ഈസ് ആർക്ഡ് ബൈ. അപ്പോൾ ലങ്സിന്റെ ഇടയിലായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഹൈലം എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഹൈലത്തിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഹൈലം വഴിയാണ് നമ്മുടെ ബ്ലഡ് വെസൽ അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും. നമുക്കറിയാം ഏതൊരു ഓർഗൻ ആണെങ്കിലും അതിനെ ന്യൂട്രിയൻ സപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഒരു റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ബ്ലഡ് വെസൽസ് എൻ്റർ ചെയ്യുകയും എക്സിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഹൈലത്തിനെ ആർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ആർക്ക് ചെയ്യുന്നത് ഏത് ബ്ലഡ് വെസൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്കറന്റ് ലാരിഞ്ചിയൽ നെർവ്, അസിഗോസ് വെയിൻ, തൊറാസിക് ഡക്ട്, വാഗസ് നെർവ്. ഏതാണ് അവിടെ വരുന്നത്? ആ ഒരു ബ്ലഡ് വെസൽസ് വരുന്നത് അസിഗോസ് വെയിൻ ആണ് വരുന്നത്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അപ്പോൾ റൈറ്റ് സൈഡിൽ, ലങ്സിന്റെ റൈറ്റ് സൈഡിൽ അസിഗോസ് വെയിനും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ആർക്ക് ഓഫ് അയോർട്ട ആണ്. ഹൈലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു ലങ്ങിന്റെ സെന്ററിൽ വരുന്ന ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ഡിപ്രഷൻ ആണ്. അവിടെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്രോങ്കൈ, നെർവ്സ് ഇതെല്ലാം തന്നെ എൻ്റർ ചെയ്യുകയും എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഹൈലം ശരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത് ലങ്സിന്റെ ഇടയിലുള്ള ആ ഒരു മീഡിയാസ്റ്റിനൽ സർഫസിലാണ്. ഓക്കെ. The next question, which of the following statement is true about involuntary breathing? Involuntary breathing എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലീപ്പിംഗ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ടൈമിൽ ഉണ്ടാവുന്ന ബ്രീത്തിങ്, നമ്മുടെ കോൺഷ്യസ് സമയത്തല്ലാത്തത്. ഈ ഇൻവോളണ്ടറി ബ്രീത്തിങ്ങിനെ കുറിച്ചുള്ള ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. It is controlled by bronchioles, it is controlled by pulmonary arterioles, it is controlled by alveolar capillary network, it is controlled by neurons located in the medulla and pons. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ വരിക? റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. അതായത് മെഡുല്ല പോൺസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് നമ്മുടെ ഇൻവോളണ്ടറി ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. The next question, which of the following controls normal breathing process? നമ്മുടെ നോർമൽ ബ്രീത്തിങ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിൽ ഏതൊരു സബ്സ്റ്റൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമിനോ ആസിഡ്സ് ആണോ? അല്ല, പ്രോട്ടീനിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് അമിനോ ആസിഡും ബ്രീത്തിങ്ങും തമ്മിൽ ഡയറക്റ്റ് ബന്ധമൊന്നും വരുന്നില്ല അല്ലെ. അതുപോലെ കൊളസ്ട്രോൾ വരുമോ? ഇല്ല, അത് വരില്ല. പിന്നെ ഉള്ളത് വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും ആണ് അല്ലെ. ഇതിൽ ഏതാണ് നോർമൽ ബ്രീത്തിങ്ങിൽ ഇൻവോൾവ് ആകുക? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ആണ്. ഇതിൽ നോർമൽ ബ്രീത്തിങ് ആണെങ്കിൽ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും അതുപോലെ ഫോഴ്സ്ഫുൾ ബ്രീത്തിങ്സ് ഉണ്ട് അല്ലെ, ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ, ഇതൊക്കെ ആണെങ്കിൽ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും ആയിരിക്കും അവിടെ ഇൻവോൾവ് ആകും. അപ്പോൾ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെംസ് റെസ്പിറേറ്ററി സെന്റർ ആൻഡ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ മെഡുല്ല ഒബ്ലങ്കേറ്റ. ഇത് നമ്മുടെ നോർമൽ ബ്രീത്തിങ്ങിനെ ഇനിഷ്യേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഇത് നമ്മുടെ ഡയഫ്രത്തിലേക്ക്, അതായത് നമ്മുടെ റെസ്പിറേറ്ററി മസിൽ ആണ് എന്ന് പറഞ്ഞാൽ ഡയഫ്രം, അതിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്. ഇനി വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ആണ് ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പാണ്.
Okay. The next question, maximum volume of air contained in the lung by a full forced inhalation is called. അപ്പോൾ നമ്മുടെ ലങ്സും അല്ലെങ്കിൽ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ അധികം വോളിയംസും അതുപോലെ കപ്പാസിറ്റീസും പഠിക്കാനുണ്ട് അല്ലെ. ടൈഡൽ വോളിയം, റെസ്പിറേറ്ററി വോളിയം, എക്സ്പിറേറ്ററി വോളിയം, അതുപോലെ വോളിയംസ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്ന എന്താണ്, ഒരു ഫോഴ്സ്ഫുൾ ഇൻഹലേഷന് ശേഷം നമ്മുടെ ലങ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന maximum volume of air which is termed as what? Tidal volume ആണോ, vital capacity ആണോ, ventilation rate ആണോ, total lung capacity ആണോ? ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി, ടോട്ടൽ ലങ് കപ്പാസിറ്റി ആണ് വരുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ബ്രീത്തിങ്ങിന്റെ സമയത്ത് എയർ മൂവ് ഇൻ ചെയ്യുകയോ മൂവ് ഔട്ട് ചെയ്യുകയോ ചെയ്യുന്ന വാല്യൂ ആണ് ടൈഡൽ വോളിയം. ദെൻ വിച്ച് ഈസ് അബൌട്ട് 500 ml ആണ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു റെസിജ്വൽ വോളിയം അല്ലെ, അതായത് ഒരു മാക്സിമം എക്സ്പ്രേഷന് ശേഷവും ഒരു ഫോഴ്സ്ഫുൾ എക്സ്പ്രേഷന് ശേഷവും നമ്മുടെ ലങ്സിൽ അവശേഷിക്കുന്ന എയറിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ റെസിജ്വൽ വോളിയം എന്ന് പറയുന്നത്. അതുപോലെ വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിലേക്ക് മൂവ് ഇൻ ചെയ്യുകയോ അല്ലെങ്കിൽ മൂവ് ഔട്ട് ചെയ്യുകയോ ചെയ്യുന്ന മാക്സിമം എമൗണ്ട് എയർ ആണ് വൈറ്റൽ കപ്പാസിറ്റീസ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ടോട്ടൽ ലങ് കപ്പാസിറ്റി ആയിരുന്നു. നമ്മുടെ ഒരു ലങ്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് എയറിനെയാണ് നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ എമൗണ്ട് വരുന്നത് ഏകദേശം 4400 to 6400 ml ആണ് വരുന്നത്. Moving to the next question, which of the following provides the greater surface area for gas exchange? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിൽ എക്സ്ചേഞ്ച് നടക്കണം റെസ്പിറേഷനിൽ. അതിന് മാക്സിമം സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ആൽവിയോളയാണ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രോസസ് ഏതാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദെൻ ഇനി നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കുപ്ഫർ സെൽസ് ആർ ഫൗണ്ട് ഇൻ. ഏതൊരു പാർട്ടിലാണ് കുപ്ഫർ സെൽസ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിവർ, ബ്രെയിൻ, കിഡ്നി, സ്പ്ലീൻ. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ, ലിവർ ആണ് വരുന്നത്. കുപ്ഫർ സെൽസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ പ്രസന്റ് ആയിരിക്കുന്ന മാക്രോഫേജസ് ആണ്. മാക്രോഫേജസിന്റെ മെയിൻ ഫങ്ഷൻസ് എന്താണ്? ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക അല്ലെ, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ അതിൽ നിന്ന് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലിവറിന്റെ മാക്രോഫേജസ് ആണ് കുപ്ഫർ സെൽസ്. The next question, complete digestion of food occurs in. നമുക്കറിയാം ഫുഡിന്റെ ഡൈജഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൗത്ത് ഇറ്റ്സെൽഫ് അത് സ്റ്റാർട്ട് ചെയ്യും. മെക്കാനിക്കൽ ഡൈജഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ ആയിക്കോട്ടെ, മൗത്തിൽ നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. കാരണം മൗത്തിൽ സ്റ്റാർച്ചിന്റെ ഡൈജഷൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി എവിടെ വെച്ചാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ വരുന്നത് നമ്മുടെ ഡൈജഷൻ എപ്പോഴും കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻഡസ്റ്റൈനിലാണ് കേട്ടോ. സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് കംപ്ലീറ്റ് ആവുന്നത്. ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ തന്നെ ഏതൊരു പോർഷനിൽ നിന്നാണ് നമുക്ക് കൺഫ്യൂഷൻ വരാം. സ്മോൾ ഇൻഡസ്റ്റൈനിൽ 3 പാർട്ടുണ്ട്, ഡിയോഡിനം, ജെജുനം ആൻഡ് ഫൈനലി ഇലിയം. ഇതിന്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഇലിയത്തിൽ വെച്ചാണ് നമ്മുടെ ഫുഡിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഇലിയമാണ് വരുന്നത്. ഇനി ലാർജ് ഇൻഡസ്റ്റൈനിൽ നമുക്ക് ഒരു ഡൈജഷനും നടക്കില്ല. ഫൈനലി അൺഅബ്സോർബ്ഡ് ഫുഡ് ആയിട്ടുള്ള വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ്സിന്റെയോ അബ്സോർപ്ഷൻ മാത്രമാണ് ലാർജ് ഇൻഡസ്റ്റൈനിൽ നടക്കാറുള്ളത്. The next question, gallbladder is located in. ഇതുപോലെ തന്നെ സ്പ്ലീൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ഇന്റേണൽ ഓർഗൻ ആയിട്ടുള്ള ഗാൽ ബ്ലാഡർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ആ ഒരു അബ്ഡോമൻ ഏരിയയെ നമ്മൾ ഹൈപ്പോകോൺട്രിയാക് റീജിയൻ, ലംബാർ റീജിയൻ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എവിടെയാണ് ഗാൽ ബ്ലാഡർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, റൈറ്റ് ലുംബാർ റീജിയനിലാണ് ഗാൽ ബ്ലാഡർ ഒക്കർ ചെയ്യുന്നത്. റൈറ്റ് ലുംബാർ റീജിയനിൽ ഗാൽ ബ്ലാഡർ കൂടാതെ ലിവറും റൈറ്റ് കോളനും വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് ലുംബാർ റീജിയൻ കൂടി നോക്കിയാൽ ഡിസെൻഡിങ് കോളനും ലെഫ്റ്റ് കിഡ്നിയുമാണ് ലെഫ്റ്റ് ലുംബാറിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following enzymes are found in saliva? സലൈവയിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ഏതാണ്? ഏതാണ് സലൈവയിൽ കാണപ്പെടുന്നത്?
പെപ്സിൻ, ട്രിപ്സിൻ, ടയാലിൻ, കൈമോട്രിപ്സിൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ടയാലിൻസ് ആണ്. അതായത് സലൈവറി അമിലേസ് എന്നറിയപ്പെടുന്ന എൻസൈമാണ് ടയാലിൻ. ഓക്കെ, സലൈവറി അമിലേസ്. ഇത് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ ഒരു സിംപിളർ മോണോസാക്കറൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ടയാലിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്രീറ്റിൻ ആൻഡ് കോളിസിസ്റ്റോകൈനിൻ ആർ സെക്രീറ്റഡ് ഇൻ. സെക്രീറ്റിനും കോളിസിസ്റ്റോകൈനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഏതൊരു പോർഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പർട്ടിക്കുലർലി ഇത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ തന്നെ ഏതൊരു പാർട്ട് ആണെന്നുള്ളതാണ് നമുക്ക് ഡൗട്ട് വരിക. ഓപ്ഷനിൽ പൈലോറിക് റീജിയൻ, ഇലിയം, ഡിയോഡിനം, ഈസോഫാഗസ് ആണ് വരുന്നത്. അപ്പൊ പൈലോറിക് റീജിയൻ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിന്റെ ഏരിയ, അപ്പൊ അത് വരില്ല. പിന്നെ ഈസോഫാഗസും വരില്ല. പിന്നെ ഇലിയം ആയിരിക്കോ ഡിയോഡിനം ആയിരിക്കും ഇത് സെക്രീറ്റ് ചെയ്യുക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിയോഡിനം. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷനിൽ നിന്നാണ് സെക്രീറ്റിനും കോളിസിസ്റ്റോകൈനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഫുഡിന്റെ ഡൈജഷൻ നടക്കുന്നത് ഇലിയത്തിൽ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ സെക്രീറ്റിനും കോളിസിസ്റ്റോകൈനും സെക്രീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പോർഷനായ ഡിയോഡിനത്തിൽ നിന്നാണ്. സെക്രീറ്റിൻ ആൻഡ് കോളിസിസ്റ്റോകൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺസ് ആണ്. ഇതിന്റെ ഫങ്ഷൻസ് നോക്കിയാൽ സെക്രീറ്റിൻ നമ്മുടെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിച്ചുകൊണ്ട് ബൈകാർബണേറ്റ്സിനെ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് സെക്രീറ്റിൻസ്. അതുപോലെ കോളിസിസ്റ്റോകൈനിൻസ് ഗാൽ ബ്ലാഡറിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ടു റിലീസ് ബൈൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാൽ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് കോളിസിസ്റ്റോകൈനിൻ അല്ലെങ്കിൽ CCK. Next question, which of the following hydrolytic enzyme act in low pH? ലോ പി എന്ന് പറയുമ്പോൾ ഏതാണ്? അസിഡിക് pH ആക്ട് ചെയ്യുന്ന എൻസൈം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് HCl ഏത് എൻസൈം ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? പെറോക്സിഡേസ്, ഹൈഡ്രോലൈസേസ്, അമൈലേസസ് ആൻഡ് പ്രോട്ടിയേസസ്. ആൻസർ വരുന്നത് നമ്മുടെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോട്ടിയേസസ് ആണ്. ഇതുപോലെ ലോ pH അല്ലെങ്കിൽ HClന്റെ പ്രസൻസിൽ മാക്സിമം ആക്ഷൻസ് കാണിക്കുന്നത്. The next question, which of the following is not a part of liver function test? നമുക്ക് ഒരുപാട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്, അതിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. GGT, SGOT, SGPT, മീൻ കോർപ്പസുലാർ വോളിയൂംസ്. ഇതിൽ ഏതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലാത്തത്? ഓഫ് കോഴ്സ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക, മീൻ കോർപ്പസുലാർ വോളിയൂംസ്. മീൻ കോർപ്പസുലാർ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ ആവറേജ് സെല്ലിനെ മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് മീൻ കോർപ്പസുലാർ വോളിയം. ഇത് എന്തിന്റെ ഫംഗ്ഷൻ അല്ല? ലിവറിന്റെ ഒരു ഫംഗ്ഷൻ ടെസ്റ്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ഫിൻക്റ്റർ ഓഫ് ഓഡി ഈസ് പ്രസന്റ് ബിറ്റ്വീൻ. അപ്പോൾ സ്ഫിൻക്റ്റർ ഓഫ് ഓഡി എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വാൽവ് ആണ്. അതായത് നമ്മുടെ സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യാൻ രണ്ട് ഓർഗന്റെ ഇടയിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു വാൽവ് ആണ് സ്ഫിൻക്റ്റർ ഓഫ് ഓഡി. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഈസോഫാഗസ് ആൻഡ് കാർഡിയാക് സ്റ്റൊമക്ക്. അതായത് ഈസോഫാഗസിനും സ്റ്റൊമക്കിനും ഇടയിൽ വരുന്ന വാൽവ് അത് ഏതാണ് വരുന്നത്? അത് വരുന്നത് കാർഡിയാക് സ്ഫിൻക്റ്റർ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ അല്ല ആൻസർ വരുന്നത്. നെക്സ്റ്റ് പൈലോറിക് സ്റ്റൊമക്ക് ആൻഡ് ഡിയോഡിനം. അതായത് സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള പൈലോറിക് റീജിയന്റെയും ഇൻറ്റസ്റ്റൈന്റെ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഡിയോഡിനത്തിന്റെയും ഇടയിൽ വരുന്ന വാൽവ് അത് ഏതാണ് വരുന്നത്? അത് പൈലോറിക് സ്ഫിൻക്റ്റർ ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബിയും വരില്ല ആൻസർ. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഹെപ്പാറ്റിക് ഡക്റ്റ് ആൻഡ് സിസ്റ്റിക് ഡക്റ്റ്. ഹെപ്പാറ്റിക് ഡക്റ്റും സിസ്റ്റിക് ഡക്റ്റിന്റെയും ഇടയിൽ വാൽവ് ഒന്നും പ്രസന്റ് അല്ല. ആൻഡ് ഫൈനലി വരുന്നത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ആൻഡ് ഡിയോഡിനം. അപ്പോൾ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിന്റെയും ഡിയോഡിനത്തിന്റെയും ഇടയിൽ വരുന്ന വാൽവ് ആണ് സ്ഫിൻക്റ്റർ ഓഫ് ഓഡി. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ബൈൽ ഡക്റ്റിന്റെയും പാൻക്രിയാറ്റിക് ഡക്റ്റും നമ്മുടെ ഡിയോഡിനത്തിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇത് ബൈലിന്റെയും പാൻക്രിയാറ്റിക് ജ്യൂസിന്റെയും ഡിയോഡിനത്തിലേക്കുള്ള ഫ്ലോയെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബൈലിന്റെയും പാൻക്രിയാറ്റിക് ജ്യൂസിന്റെയും ഡിയോഡിനത്തിനോട്ടുള്ള ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന പോർഷൻ ആണ് സ്ഫിൻക്റ്റർ ഓഫ് ഓഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോലീസ്മാൻ ഓഫ് ദ അബ്ഡോമൻ. അബ്ഡോമന്റെ പോലീസ്മാൻ എന്നറിയപ്പെടുന്ന സ്ട്രക്ചർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗ്രേറ്റർ ഒമൻഡം ആണ് വരുന്നത്. ഇതിൽ പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ അബ്ഡോമന്റെ ക്യാവിറ്റി അല്ലെങ്കിൽ അബ്ഡോമന്റെ ലൈനിങ്സ് ആണ്.
പെരിട്ടോണിയം. ദെൻ അപ്പൻഡിസസ് എപ്പിപ്ലോയിസ എന്ന് പറഞ്ഞാൽ സ്മോൾ ഫാറ്റി പൗച്ചസ് ആണ്, കോളനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്മോൾ ഫാറ്റി പൗച്ചസ് ആണ്. ടീനിയ കോള എന്ന് പറഞ്ഞാൽ കോളനിൽ പ്രസന്റ് ആയിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഗ്രേറ്റർ ഒമൻഡം. ഇതിനെയാണ് പോലീസ്മാൻ ഓഫ് ദ അബ്ഡോമൻ എന്ന് അറിയപ്പെടുന്നത്. കാരണം പെരിട്ടോണിയത്തിൽ വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസിനെ ഒക്കെ റാപ്പിംഗ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഗ്രേറ്റർ ഒമൻഡം. നെക്സ്റ്റ് നമുക്ക് സ്കെലറ്റൽ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൺ ഈസ് നോട്ട് പെയർഡ്? ഇതിൽ പെയർഡ് ബോൺ അല്ലാത്തത് ഏതാണ്? വോമർ, പാലറ്റൈൻ, മാക്സില്ല, നെയ്സൽസ്. എല്ലാം തന്നെ ഏത് ടൈപ്പ് ബോൺസ് ആണ്? ഫേഷ്യൽ ബോൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്. അതിൽ ഏതാണ് പെയർ ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫേഷ്യൽ ബോൺസിൽ 2 ബോൺസ് മാത്രമാണ് പെയർ ചെയ്യാത്തത്, വോമറും അതുപോലെ മാൻഡിബിൾസും. വോമർ ആൻഡ് മാൻഡിബിൾസ്. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മറ്റ് ആൻസേഴ്സ് പാലാറ്റൈൻ, മാക്സില, നെയ്സൽ, അതുപോലെ തന്നെ ലാക്രിമല്, സൈഗോമാറ്റിക്, ഇതെല്ലാം ഫേഷ്യൽ ബോൺസിൽ പെയർഡ് ആയിട്ടുള്ള ബോൺസുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫണ്ണി ബോൺ? ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? എ മസിൽ, എ നെർവ്, എ ബോൺ, എ ബ്ലഡ് വെസൽസ്. ഏതാണ് ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നത്? ആൻസർ വരുന്നത് എ നെർവ് ആണ്. ഒരു നെർവിനെയാണ് നമ്മൾ ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നത്. പർട്ടിക്കുലർലി അൾനാർ നെർവ്, അതായത് നമ്മുടെ നെക്കിന്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആം വഴി താഴെ ഫിംഗേഴ്സിലേക്ക് ട്രാവൽ ചെയ്യുന്ന അൾനാർ നെർവിനെയാണ് ഫണ്ണി ബോൺ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രെ ഈസ് കോൾഡ്? ഏതാണ് ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രെ? അതിന്റെ പർട്ടിക്കുലർ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്ലൂ കൂടെ പറഞ്ഞാൽ നമ്മുടെ സ്കള്ള് ഇതിലാണ്, സ്കള്ളിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു വെർട്ടിബ്രെ ആണ് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അറ്റ്ലസ് ആണ് വരുന്നത്. Atlas, it is the first cervical vertebrae and almost ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ആണ് വരുന്നത്. ഇത് നമ്മുടെ സ്കള്ളിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റും നോഡിങ് മൂവ്മെന്റും എല്ലാം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബോൺ ആണ്, അറ്റ്ലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which angle bone articulate with the fibula to form angle joints? നമുക്കറിയാം നമ്മുടെ ഫീറ്റിലുള്ള ആംഗിൾ ജോയിന്റ് 3 ബോൺസ് ചേർന്നാണ് ഈ ഒരു ആംഗിൾ ജോയിന്റ് ഫോം ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം ഫിബുലയാണ്, മറ്റേത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ക്യൂനിഫോം, ടാലസ്, ക്യൂബോയിഡ്, നേവിക്കുലർ. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ബി, ടാലസ് ആണ്. അതായത് നമ്മുടെ ഫൂട്ടിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ടാലസും ഫിബുലയും അതുപോലെ തന്നെ ടിബിയ, ഈ 3 ബോണും കൂടെ ചേർന്നതാണ്, ഈ 3 ബോണും കൂടെ ചേർന്ന ഹിഞ്ച് ജോയിന്റിനെയാണ് നമ്മൾ ആംഗിൾ ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ജോയിന്റിന്റെ മറ്റൊരു പേരാണ് ടാലോ ക്രൂറൽ ജോയിന്റ്. ഓക്കെ, ടാലോ ക്രൂറൽ ജോയിന്റ്. അതുപോലെ തന്നെ ടാലസ് ബോണിന് പറയുന്ന മറ്റൊരു പേരാണ് അസ്ട്രഗാലസ്. ഈ അസ്ട്രഗാലസ് അല്ലെങ്കിൽ ടാലസിന്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ ഹീൽ ബോണും ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആംഗിൾ ജോയിന്റ് ഫോം ചെയ്യുന്നത് ടാലസ്, ടിബിയ ആൻഡ് ഫിബുല, 3 ബോൺസ് ആണ് അവിടെ ഇൻക്ലൂഡ് ആവുന്നത്. Next question, ribs, sternum, scapulae are all what type of bones? Bones different types ഉണ്ട്. Long bones ഉണ്ട്, flat bones ഉണ്ട്, short bones ഉണ്ട്, irregular bones ഉണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് റിബ്സും സ്റ്റേണവും സ്കാപ്പുലയും ഒക്കെ വരുന്നത്? റിബ്സും സ്റ്റേണവും സ്കാപ്പുലയും എല്ലാം തന്നെ തിൻ ആയിട്ടുള്ള എന്നാൽ ബ്രോഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. തിൻ ആൻഡ് ബ്രോഡ് സ്ട്രക്ചേഴ്സ് ആണ്. സോ ഏതൊരു കാറ്റഗറി ആയിരിക്കും? ഓപ്ഷൻ ബി, ഫ്ലാറ്റ് ബോൺ ആയിരിക്കും ഈ പറയുന്ന റിബ്സും സ്റ്റേണവും സ്കാപ്പുലയും എല്ലാം തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കോക്സിജിയൽ വെർട്ടിബ്രെ ഫ്യൂസ് ടു ഫോം കോക്സിസ് ബോൺസ്? എത്ര കോക്സിജിയൽ വെർട്ടിബ്രെ ചേർന്നുകൊണ്ടാണ് ഫൈനലി വെർട്ടിബ്രയുടെ ഫൈനലിലുള്ള കോക്സിസ് ബോൺ ഫോം ചെയ്യുന്നത് അല്ലെ. കോക്സിസ് ബോൺ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ടെയിൽ ബോൺ എന്ന് പറഞ്ഞാൽ, ടെയിൽ ബോൺ. അപ്പൊ എത്ര വെർട്ടിബ്രെ ആണ് അവിടെ ഫ്യൂസ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 4 കോക്സിസ് വെർട്ടിബ്രെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ടെയിൽ ബോൺ ഫോം ചെയ്യുന്നത്. അതുപോലെ ഇത് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4ഉം കൂടെ കൂടി ചേർന്ന ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും അതിനെ ഒക്കർ ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോൺ ലിങ്ക്സ് ദ ക്രേനിയൽ ആൻഡ് ഫേഷ്യൽ ബോൺ? നമ്മുടെ ക്രേനിയൽ ബോൺസിനെയും ഫേഷ്യൽ ബോൺസിനെയും കൂടെ ലിങ്ക് ചെയ്യുന്ന ബോൺ ഏതാണ്? സ്ഫിനോയിഡ് ബോൺ, എത്മോയിഡ് ബോൺ, നേസൽ ബോൺ, സൈഗോമാറ്റിക് ബോൺ. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക നമ്മുടെ സ്കള്ളിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഫീനോയിഡ് ബോൺസ് ആണ് ആൻസർ വരുന്നത്. ക്രേനിയൽ ബോണിനെയും അതുപോലെ തന്നെ ഫേഷ്യൽ ബോണിനെയും കൂടെ ലിങ്ക് ചെയ്യുന്ന ഒരു ബോൺ ആണ് സ്ഫീനോയിഡ് ബോൺസ് എന്ന് പറഞ്ഞാൽ. Skeletal muscle bundles are held together by a common connective tissue layer known as. അപ്പോൾ നമ്മുടെ സ്കെലറ്റൽ മസിൽ ബണ്ടിൽസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ, ഒരു കോമൺ കണക്റ്റീവ് ടിഷ്യൂ, അതിന് പറയുന്ന നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെസിയ, പെരിമൈസിയം, അപ്പോന്യൂറോസിസ്, എൻഡോമൈസിസ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ, ഫെസിയ ആണ് വരുന്നത്. അപ്പോൾ ദ connective tissue that surround the muscles, organs and other tissues which is called fascia. ഈ ഫസിയക്കകത്ത് വരുന്ന ഓരോ ബണ്ടിൽസിനെയും പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ബണ്ടിൽ ഓഫ് മസിൽ ഫൈബേഴ്സിന് പറയുന്ന പേരാണ് ഫസിക്കിൾസ്. ഫസിക്കിൾസിനെ കവർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് പെരിമൈസിയം. ഇനി ഫസിക്കിൾസിന്റെ അകത്ത് തന്നെ ഓരോ സിംഗിൾ മയോഫൈബ്രൽസ് ഉണ്ടായിരിക്കും അല്ലെ. ഈ ഓരോ സിംഗിൾ മയോഫൈബ്രൽസിനെ കവർ ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എൻഡോമൈസിയം. അപ്പോൾ ആ ഒരു ഔട്ടർ മോസ്റ്റ് കവറിങ്ങിന് പറയുന്നത് ഫസിയ എന്നും ആ ഫസിയയിൽ വരുന്ന ഓരോ യൂണിറ്റും ഫസിക്കിൾസും ഫസിക്കിൾസിൽ വരുന്ന ഇൻഡിവിജ്വൽ മസിൽസിനെ കവർ ചെയ്യുന്നത് പെരിമൈസിയവും അതിൽ ഉള്ള മയോഫൈബ്രൽസിനെ കവർ ചെയ്യുന്നത് എൻഡോമൈസിയം സ്ട്രക്ചേഴ്സുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the other name of parasympathetic divisions? നമ്മുടെ ബോഡിയിലുള്ള പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ പറയുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൊറാസോ ലെംബാർ ഔട്ട്ഫ്ലോ, തൊറാസോ സാക്രൽ ഔട്ട്ഫ്ലോ, ക്രേനിയോ സാക്രൽ ഔട്ട്ഫ്ലോ, ക്രേനിയോ ലെംബാർ ഔട്ട്ഫ്ലോ. അപ്പൊ ഈ ഒരു നെയിം വരാൻ കാരണം അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് നോക്കിയിട്ടാണ്. നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ന്യൂറോൺസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്കള്ളിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലെ സാക്രൽ റീജിയനിൽ നിന്നുമാണ്. സാക്രൽ റീജിയനിലും അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേം ആണ് ക്രേനിയോ സാക്രൽ ഔട്ട്ഫ്ലോ. സോ പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ ഈസ് കോൾഡ് ക്രേനിയോ സാക്രൽ ഔട്ട്ഫ്ലോ. അതുപോലെ തന്നെ തൊറാസോ ലെംബാർ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് പറയുന്ന മറ്റൊരു പേരാണ് തൊറാസോ ലെംബാർ ഔട്ട്ഫ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പോതലാമിക് ഫംഗ്ഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇതിൽ ഏതാണ് ഹൈപ്പോതലാമിക് ഫംഗ്ഷൻ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഗുലേഷൻ ഓഫ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, റെഗുലേഷൻ ഓഫ് ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി, കൺട്രോൾ ഓഫ് റീപ്രൊഡക്ഷൻ, കൺട്രോൾ ഓഫ് റെസ്പിറേഷൻസ്. നമുക്കറിയാം ഹൈപ്പോതലാമസിന് നമ്മൾ മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണല്ലേ പറയുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി. ഈ പിറ്റ്യൂട്ടറിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ഹൈപ്പോതലാമിക്. അപ്പം ഓപ്ഷൻ എയും വരില്ല, ഓപ്ഷൻ ബിയും വരില്ല. കാരണം ഹൈപ്പോതലാമസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കൺട്രോൾ ഓഫ് റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ FSH LH പോലുള്ള ഹോർമോൺസ് ആണ് നമ്മുടെ ഗൊണാഡ്സിനെ ട്രിഗർ ചെയ്യുന്നത്. ഈ FSH LHന്റെ ഒക്കെ റിലീസിനെയും ഹൈപ്പോതലാമസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ സിയും എന്താണ്? ഹൈപ്പോതലാമിക് ഫംഗ്ഷൻ തന്നെയാണ്. പിന്നെ കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ ആണ് ഹൈപ്പോതലാമിക് ഫംഗ്ഷൻ അല്ലാത്തത്. അതായത് ഡയറക്റ്റ് ആയിട്ട് റെസ്പിറേഷനിൽ നമ്മുടെ ഹൈപ്പോതലാമസിന് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല. റെസ്പിറേഷന് ഫംഗ്ഷൻ വരുന്നത് ബ്രെയിൻ സ്റ്റെം ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, ബ്രെയിൻ സ്റ്റെം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് പാർട്ട് ഓഫ് റോംബെൻസെഫലോൺ? അപ്പോൾ ഇതിൽ ഏതാണ് റോംബെൻസെഫലോണിന്റെ സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട് ഏതാണ്? അപ്പം എന്താണ് റോംബെൻസെഫലോൺ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണ് റോംബെൻസെഫലോൺ എന്ന് പറഞ്ഞാൽ ഹിൻ ബ്രെയിനെയാണ് നമ്മൾ റോംബെൻസെഫലോൺ എന്ന് പറയുന്നത്. ഹിൻ ബ്രെയിൻ 3 പാർട്ടാണ് വരുന്നത്. അതിലൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് മെഡുല്ല. അപ്പൊ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ഇനി മെഡുല്ല കൂടാതെ ഏതൊക്കെയാണ് ഹിൻ ബ്രെയിനിന്റെ സ്ട്രക്ചർ വരുന്നത്? പോൺസും സെറിബെല്ലവും. മെഡുല്ല ഒബ്ലങ്കേറ്റ, പോൺസ് ആൻഡ് സെറിബെല്ലം ചേർന്നാണ് ഹിൻ ബ്രെയിൻ അല്ലെങ്കിൽ റോംബെൻസെഫലോൺ ഫോം ചെയ്തിരിക്കുന്നത്. Next question, which of the following cranial nerve of the men is both sensory and motor? സെൻസറി ഫംഗ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോർ ഫംഗ്ഷനും ഉള്ള ഹ്യൂമനിലെ ഒരു ക്രേനിയൽ നെർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾഫാക്ടറി, ഒപ്റ്റിക്, ട്രൈജെമിനൽ, ഹൈപ്പോഗ്ലോസൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ട്രൈജെമിനൽ ആണ് വരുന്നത്.
ട്രൈജെമിനൽ കൂടാതെ ഫേഷ്യൽ നെർവ്സ്, ഗ്ലോസോഫെരിഞ്ചൽ നെർവ്സ്, വാഗസ് നെർവ് ഇതെല്ലാം എന്താണ്? സെൻസറി ഫംഗ്ഷനും മോട്ടോർ ഫംഗ്ഷനും ഉള്ളതാണ്. ഇനി നമുക്ക് ട്രൈജെമിനൽ നെർവിന്റെ ബ്രാഞ്ചസ് നോക്കിയാൽ 3 ബ്രാഞ്ചസ് ആണ് വരുന്നത്. ഒഫ്താൽമിക്, മാക്സിലറി ആൻഡ് മാൻഡിബുലർ. ഇതിൽ ഒഫ്താൽമിക്കും മാക്സിലറിയും പ്യുവർ ആയിട്ട് സെൻസറി ഫംഗ്ഷൻസ് ഉള്ള 2 നെർവുകളാണ്. മാൻഡിബുലറിനാണ് ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ ഫംഗ്ഷൻസ് വരുന്നത്. എന്താണ് ഇതിന്റെ സെൻസറി മോട്ടോർ ഫംഗ്ഷൻസ് ഒന്നും കൂടെ അറിഞ്ഞിരിക്കുക. മാൻഡിബുലറിന്റെ സെൻസറി ഫംഗ്ഷൻസ് സെൻസേഷൻ ഇൻ ദ ഫേസും കൺട്രോളിംഗ് ദ മസിൽസ് ഇൻവോൾവ് ഇൻ ദ ചൂവിങ്ങുമാണ് ഇതിന്റെ ഫംഗ്ഷൻസ് വരുന്നത്. Next question, the space which separate arachnoid matter and dura maters. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്തുകൊണ്ട് ഡ്യൂറാമേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ പാരാമീറ്റർ ഉണ്ട്, അരാക്കിനോയിഡ് മാറ്റർ ഉണ്ട് അല്ലെ. ഇതിൽ ഡ്യൂറാമേറ്ററിനെയും അരാക്കിനോയിഡ് മാറ്ററിനെയും ഇടയിൽ വരുന്ന സ്പേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പിഡ്യൂറൽ, മീഡിയാസ്റ്റിനം, സബ്ഡ്യൂറൽ ആൻഡ് സബ് അരാക്കിനോയിഡ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി, സബ്ഡ്യൂറൽ ആണ് വരുന്നത്. നമുക്ക് ബ്രെയിനിന്റെ ആ ഒരു കവറിംഗ് നോക്കിയാൽ, മെനിഞ്ചസ് നോക്കിയാൽ ബ്രെയിനിന്റെ തൊട്ട് മുകളിലായിട്ട് പയാമേറ്റർ ഉണ്ട്, അതിന് മുകളിലായിട്ട് അരക്കിനോയിഡ് മാറ്റർ ഉണ്ട്. ഈ അരക്കിനോയിഡ് മാറ്ററിന്റെയും പയാമീറ്ററിന്റെയും ഇടയിലുള്ള സ്പേസ് ആണ് സബ് അരക്കിനോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി അരക്കിനോയിഡ് മാറ്ററിന്റെ മുകളിലായിട്ടാണ് ഡ്യൂറാമേറ്റർ വരുന്നത്. ഈ അരാക്കിനോയിഡ് മാറ്ററിന്റെയും ഡ്യൂറാമേറ്ററിന്റെയും ഇടയിലുള്ള സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ സ്പേസ് ആണ് സബ്ഡ്യൂറൽ സ്പേസ്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ദെൻ ഡ്യൂറാമേറ്ററിന്റെയും ആ ഒരു പുറമേ ഉള്ള സ്കള്ള് അല്ലെങ്കിൽ ബോണിന്റെയും ഇടയിലുള്ള സ്പേസ് ആണ് എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ആൻസർ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിഡ് ബ്രെയിൻ ഈസ് ഓൾസോ കോൾഡ് ആസ്. നമ്മുടെ മിഡ് ബ്രെയിൻ പറയുന്ന മറ്റൊരു പേരെന്താണ്? നമ്മൾ ഹിൻ ബ്രെയിൻ കണ്ടു. ഹിൻ ബ്രെയിൻ എന്തായിരുന്നു? റോംബെൻസെഫലോൺ ആയിരുന്നു. ഇനി മിഡ് ബ്രെയിൻ പറയുന്ന മറ്റൊരു പേരാണ് ഓപ്ഷൻ സി, മെസെൻസെഫലോൺ എന്നാണ് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻ ബ്രെയിൻ. ഫോർ ബ്രെയിനിന്റെ മറ്റൊരു പേരാണ് പ്രോസെൻസെഫലോൺ. Mid brain is otherwise called mesencephalon and hindbrain is otherwise called rhombencephalon. Next question, which of the following is another name for the third ventricle of the brain? അതുപോലെ ബ്രെയിനെ 4 വെൻട്രിക്കിൾസ് ആണ് ഉള്ളത് അല്ലെ. 4 വെൻട്രിക്കിൾ ആണ് ഹ്യൂമൻ ബ്രെയിനിൽ വരുന്നത്. ഇതിൽ തേർഡ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ക്വസ്റ്റ്യൻ. ഡയാസിൽ, പാരാസിൽ, റിനോസിൽ ഓർ മെറ്റാസിൽ. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ, ഡയാസിൽ ആണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് വെൻട്രിക്കിൾസ് അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ വെൻട്രിക്കിൾസ് ആണ്. ഇവയ്ക്ക് പറയുന്ന പേരാണ് പാരാസീൽസ്. ഇനി തേർഡ് വെൻട്രിക്കിൾ ഒക്കർ ചെയ്യുന്നത് ഡയൻസെഫലോണിലാണ്, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡയാസീൽസ്. ഇനി ഫോർത്ത് വെൻട്രിക്കിൾസ് നമ്മുടെ ബ്രെയിൻ സ്റ്റെമിന്റെയും സെറിബ്രല്ലത്തിന്റെയും ബിറ്റ്വീനിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് കോൾഡ് മെറ്റാസീൽസ്. ഇനി ഇതിലൊന്നും പെടാത്തതാണ് റിനോസിൽ. റിനോസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാബിറ്റ് ബ്രെയിനിന്റെ ഓൾഫാക്ടറി ലോബ് വെൻട്രിക്കിളിനെയാണ് നമ്മൾ റിനോസിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിസൽ ഗ്രാനുൾസ് ഒക്കർ ഇൻ. എവിടെയാണ് നിസൽ ഗ്രാനുൾസ് കാണപ്പെടുന്നത്? ബോൺ സെൽസ്, മാസ്റ്റ് സെൽസ്, നെർവ് സെൽസ്, കോൺട്രോസൈറ്റ്സ്. നമ്മുടെ ബോഡിയിൽ തന്നെ പ്രസന്റ് ആയിരിക്കുന്ന ലാർജ് ഗ്രാനുൾസ് ആണ് ഈ ഒരു നിസൽ ഗ്രാനുൾസ് എന്ന് പറഞ്ഞാൽ. ഇത് കാണപ്പെടുന്നത് ഓപ്ഷൻ സി, നെർവ് സെല്ലിലാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് നിസൽ ഗ്രാനുൾസ് എന്ന് പറഞ്ഞാൽ? നെർവ് സെൽസിൽ കാണപ്പെടുന്ന റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് നമ്മൾ നിസൽ ഗ്രാനുൾസ് എന്ന് പറയുന്നത്. അപ്പം നോർമലി സെല്ലിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവ ചെയ്യുന്നത് അല്ലെ. റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ആണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. സോ ഇതിനും അതേ ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. The next question, which of the following layer of the epidermis is known as stratum germinatum? നമ്മുടെ എപ്പിഡെർമിസിനെ 5 layers ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ സ്ട്രാറ്റം ജെർമിനേറ്റോ എന്ന് പറയുന്നത് ഏതൊരു ലെയർ ആണ്? അപ്പോൾ അറിഞ്ഞിരിക്കുക, സ്ട്രാറ്റം ജെർമിനേറ്റോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിൽ വരുന്ന ലെയർ ആണ്. ഇവിടെ നിന്നാണ് പുതിയ സെൽസ് എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സ്ട്രാറ്റം ബേസിൽ ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് എപ്പിഡെർമിസിന്റെ ലെയേഴ്സ് നോക്കിയാൽ
സ്ട്രാറ്റം ബേസലും സ്ട്രാറ്റം സ്പൈനോസം സ്ട്രാറ്റം ഗ്രാനുലോസും സ്ട്രാറ്റം ലൂസിഡം സ്ട്രാറ്റം കോർണിയം ഇങ്ങനെ 5ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും സൂപ്പർഫിഷ്യൽ പോർഷൻ ആണ് സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. The next question, ciliary body is a part of which of these structures? ഇതിൽ ഏത് സ്ട്രക്ചറിന്റെ പാർട്ടാണ് സിലിയറി ബോഡീസ്? ഇതെല്ലാം തന്നെ ഐയുടെ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ്. കൊറോയിഡ്, റെറ്റിന, സ്ക്ലീറ, മാക്യുല, ലൂട്ടിയ. ഇതിൽ ഏതാണ് സിലിയറി ബോഡി വരുന്ന സ്ട്രക്ചർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ കൊറോയിഡ്സ് ആണ്. അതായത് ഐയുടെ മിഡിൽ ലെയർ ആണ് ഏതെന്ന് പറഞ്ഞാല് കൊറോയിഡ്സ് എന്ന് പറഞ്ഞാല്. ഈ ഒരു കൊറോയിഡ്സ് ആണ് നമ്മുടെ ഐയിലേക്ക് വേണ്ട ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് അല്ലെ. ഈ കൊറോയിഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ ciliary bodies എന്ന് പറയുന്നത്, which is attached to choroid layer of the eye. Next question, aqueous and vitreous humors are divided by. നമ്മുടെ ഐയിലുള്ള രണ്ട് ചേമ്പേഴ്സ് ആണ് aqueous chamber, അതായത് anterior പോർഷനിലുള്ള aqueous chamberഉം posterior പോർഷനിലുള്ള vitreous chamberഉം. ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഏതൊരു പോർഷൻ ആണ്? ലെൻസ്, ഐറിസ്, റെറ്റിന, ഒപ്റ്റിക് നെർവ്. റെറ്റിന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് അല്ലെ, അതെന്തായാലും വരില്ല. പിന്നെ ലെൻസ്, ഐറിസ്, ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷ്വൽ ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഒപ്റ്റിക് നെർവ്. ദെൻ ലെൻസും ഐറിസും. ഇതില് ലെൻസ് ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ അക്യൂസ് ഹ്യൂമർ ആൻഡ് വിട്രിയസ് ഹ്യൂമർ നോക്കിയാൽ അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്ന സ്പേസ് ലൊക്കേറ്റ് ചെയ്യുന്നത് കോർണിയയ്ക്കും ലെൻസിനും മിഡിൽ ആയിട്ടാണ്. വിട്രിയസ് ഹ്യൂമർ ആണെങ്കിൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെബേഷ്യസ് ഗ്ലാൻസ് ആർ. ഏത് ടൈപ്പ് ഗ്ലാൻസ് ആണ് സെബേഷ്യസ് ഗ്ലാൻസ്? അപ്പോക്രൈൻ, മിസോക്രൈൻ, ഹോളോക്രൈൻ, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസർ വരിക? സെബേഷ്യസ് ഗ്ലാൻസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് ഇത് സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കംപ്ലീറ്റ് സെല്ല് ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടായിരിക്കും സെക്രീഷൻ ചെയ്യുക. അങ്ങനെയുള്ള ടൈപ്പ് ഗ്ലാൻസുകളെയാണ് നമ്മൾ ഹോളോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെബേഷ്യസ് ഗ്ലാൻഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഹോളോക്രൈൻ ഗ്ലാൻഡ്. അപ്പോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പാർട്ട് സെൽ മെംബ്രെയിൻ മാത്രം സെക്രീഷന്റെ കൂടെ തന്നെ പുറത്തേക്ക് വിടും. അതായത് ആംബിറ്റ്സിലുള്ള സ്വെറ്റ് ഗ്ലാൻഡ് അപ്പോക്രൈനിന് എക്സാമ്പിൾ ആണ്. ദെൻ മീറോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡക്റ്റ് ഉണ്ടായിരിക്കും, അങ്ങോട്ടേക്കായിരിക്കും സെക്രീഷൻസ് പോവുക. അതായത് മോസ്റ്റ് സ്വെറ്റ് ഗ്ലാൻഡ്സും മീറോക്രൈൻ ഫങ്ഷൻസ് ആണ്. ഇനി ഹോളോക്രൈൻ ആണ് നമ്മുടെ ആ ഒരു എൻറ്റയർ സെല്ല് റപ്ചർ ആയിക്കൊണ്ട് റിലീസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ഈസ് ദ ഓവൽ വിൻഡോ ലൊക്കേറ്റഡ്? ഇത് നമ്മുടെ ഇയറിലുള്ള ഒരു സ്ട്രക്ചർ ആണ് ഓവൽ വിൻഡോ അല്ലെ. ഓവൽ വിൻഡോ ലൊക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും മിഡിൽ ഇയറിനും ഇന്നർ ഇയറിനും ഇടയിലായിട്ടാണ്. മിഡിൽ ഇയറിലോ ഇന്നർ ഇയറിലോ ഇടയിലായിട്ട്. ഇന്നർ ഇയറിന്റെ കോക്ലിയുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഓവൽ വിൻഡോ കാണപ്പെടുന്നത്. ഇതാണ് ഇയറിന്റെ സ്ട്രക്ചർ വരുന്നത്. ഈ ഇയറിന്റെ സ്ട്രക്ചറിൽ തന്നെ നമ്മുടെ സ്റ്റേപ്പിസ്, മിഡിൽ ഇയറിലെ സ്റ്റേപ്പിസുമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ കോക്ലിയുമായിട്ട് ഇന്നർ ഇയറിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ഓവൽ വിൻഡോ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the complete loss of taste sensation is called. നമുക്ക് മൊത്തത്തിൽ ടേസ്റ്റ് സെൻസേഷൻ നഷ്ടപ്പെടുന്ന കണ്ടീഷൻ ഏതാണ്? അനോസ്മിയ, അഗ്യൂസിയ, ഡിസ്ഗ്യൂസിയ, ഹൈപ്പോസ്മിയ. ഇതിൽ ഏതായിരിക്കും വരുന്നത്? അഗ്യൂസിയ ആണ് ആൻസർ വരുന്നത്. കംപ്ലീറ്റ് ലോസ് ഓഫ് ടേസ്റ്റ് സെൻസേഷൻ ആണ് അഗ്യൂസിയ. ഡിസ്ഗ്യൂസിയ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് സെൻസേഷൻ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ വരുന്ന കണ്ടീഷൻ ആണ്. അതുപോലെ അനോസ്മിയ, അതായത് നമ്മുടെ സ്മെല്ലിന്റെ സെൻസേഷൻ നഷ്ടപ്പെടുന്നതാണ് അനോസ്മിയ. ഹൈപ്പോസ്മിയ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കുറയുന്ന, അതായത് സ്മെല്ലിന്റെ സെൻസേഷൻ ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ഹൈപ്പോസ്മിയ. അപ്പൊ ടേസ്റ്റ് സെൻസേഷൻ ലോസ് ചെയ്യുന്നത് അഗ്യൂസിയ ആണ്. ടേസ്റ്റ് സെൻസേഷനുള്ള ഡിസ്റ്റർബൻസ് ആണ് ഡിസ്ഗ്യൂസിയ. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. Next question, which of the following is the correct sequence in which urine flows through the kidney towards the urinary bladder? നമുക്കറിയാം കിഡ്നിയിലാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. ദെൻ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് യൂറിനറി ബ്ലാഡറിലാണ് അല്ലെ. അപ്പം അതിന്റെ ഒരു കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയിൽ തന്നെ പിരമിഡ്സിലുള്ള പാപ്പിലറി ഡക്റ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പാപ്പിലറി ഡക്റ്റില് ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മൈനർ കാലിക്സ്. ഓക്കെ,
പാപ്പിലറി ഡക്റ്റിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടേക്ക് പോകും? മൈനർ കാലിക്സിലേക്ക് പോകും. മൈനർ കാലിക്സിൽ നിന്ന് ഇത് കുറച്ചുകൂടെ ലാർജ് സ്ട്രക്ചർ ആയിട്ടുള്ള മേജർ കാലിക്സിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. മേജർ കാലിക്സിൽ നിന്ന് റീനൽ പൽവിസിൽ എത്തുന്നു, അവിടെ നിന്ന് യൂറീറ്ററിലേക്ക് എത്തുന്നു, ദെൻ യൂറീറ്റർ വഴിയാണ് യൂറിനറി ബ്ലാഡറിലേക്ക് എത്തുന്നത്. ഇതാണ് ആ ഒരു കറക്റ്റ് സീക്വൻസ് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. പാപ്പിലറി ഡക്റ്റ്, മൈനർ കാലിക്സ്, മേജർ കാലിക്സ്, റീനൽ പെൽവിസ് ആൻഡ് ഫൈനലി യൂറീറ്റർ. യൂറീറ്റർ കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡർ, പിന്നെ യുറീത്ര. ഓക്കെ, യൂറിനറി ബ്ലാഡർ പിന്നെ യുറീത്ര. ഇങ്ങനെയാണ് യൂറിൻ ഫ്ലോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റീഅബ്സോർബ് സൊല്യൂട്ട്സ് ആൻഡ് വാട്ടർ ഫ്രം ദ ഫിൽട്രേറ്റ്. നമ്മുടെ ഫിൽട്രേറ്റിൽ നിന്ന് സൊല്യൂട്ടും വാട്ടറും ഒക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് നെഫ്രോണിലെ ഇതിൽ ഏത് പാർട്ടിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോമറുലാസ്, കളക്ടിംഗ് ഡക്റ്റ്, ഡിസ്റ്റൽ ട്യൂബ്യൂള്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫൈനൽ പാർട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വാട്ടറും സൊല്യൂട്ട്സും ഒക്കെ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the infection invert the urinary bladder it is called. നമുക്കറിയാം യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ? അപ്പറും ഉണ്ട്, ലോവറും ഉണ്ട്. അതിൽ പർട്ടിക്കുലർ ആയിട്ട് യൂറിനറി ബ്ലാഡറിന് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ പറയുന്ന ടേം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സിസ്റ്റൈറ്റിസ് ആണ് കേട്ടോ. സിസ്റ്റൈറ്റിസ്. ഇനി യുറീത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുറീത്രയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് യുറീത്രൈറ്റിസ് എന്ന് പറയുന്നത്. ദെൻ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പർ ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് കിഡ്നി, യുറീറ്റർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പൈലോനെഫ്രൈറ്റിസ്. The next question, Fauchett's test is used for the detection of dash in the urine. യൂറിനിലെ എന്തിന്റെ ഡിറ്റക്ഷൻ ആണ് നമ്മൾ Fauchett's ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബൈൽ സോൾട്ടിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ Fauchett റിയേജന്റ് എന്ന് പറഞ്ഞാൽ 1% പെറിക്ലോറേറ്റ് ഇൻ 25% ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഇതാണ് Fauchett's റിയേജന്റ്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ബേരിയം ക്ലോറൈഡും അസിഡിഫൈഡ് യൂറിനും Fauchett's റിയേജന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്കൊരു ഗ്രീനിഷ് ബ്ലൂ കളർ ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്, വിച്ച് റെപ്രസെന്റ് ദ പ്രസൻസ് ഓഫ് ബൈൽ ഇൻ ദ യൂറിൻസ്. Next question, which factor is most important in pushing urine from ureter towards the bladder? നമ്മൾ പറഞ്ഞു കിഡ്നിയിൽ നിന്ന് യൂറീറ്റർ വഴി ബ്ലാഡറിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. അപ്പം അതില് യൂറിനെ പുഷ് ചെയ്യുന്നതിൽ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഗ്രാവിറ്റി, പെരിസ്റ്റാൾട്ടിക് കൺട്രാക്ഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, പെരിസ്റ്റാൾട്ടിക് റിലാക്സേഷൻ. ഇതിൽ മൂന്നും, അതായത് ഗ്രാവിറ്റി, പെരിസ്റ്റാൾട്ടിക് കൺട്രാക്ഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഇത് മൂന്നും ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരുന്നത് പെരിസ്റ്റാൾട്ടിക് കൺട്രാക്ഷൻ ആണ്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ. ദെൻ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചലമായിട്ടിരിക്കുന്ന വെള്ളത്തിനുണ്ടാവുന്ന ഒരു ഫോഴ്സ് ആണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ആ ഒരു വേവ് മൂവ്മെന്റ് നടത്തുന്നത് പെരിസ്റ്റാൾട്ടിക് കൺട്രാക്ഷൻ ആണ്. The next question, micturition reflex center is located in. Micturition എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ അല്ലെ, അല്ലെങ്കിൽ എലിമിനേഷൻ, ആ ഒരു യൂറിൻ പുറത്തേക്ക് കളയുന്ന കണ്ടീഷനെയാണ്, നമ്മുടെ പ്രോസസ്സിനെയാണ് micturition എന്ന് പറയുന്നത്. അതിന്റെ റിഫ്ലെക്സ് സെന്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കിഡ്നി, സെറിബ്രം, സാക്രൽ സെഗ്മെന്റ് ഓഫ് ദ സ്പൈനൽ കോഡ്, യൂറിനറി ബ്ലാഡർ. എന്തായാലും റിഫ്ലെക്സ് സെന്റർ എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, റിഫ്ലെക്സ് ആക്ഷൻ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? സ്പൈനൽ കോഡുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്പൈനൽ കോഡിന്റെ തന്നെ സാക്രൽ സെഗ്മെന്റിലാണ് ഈ ഒരു micturition റിഫ്ലെക്സ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഹയർ ബ്രെയിൻ സെന്റേഴ്സും വരുന്നുണ്ട്. പോണ്ടൈൻ micturition സെന്റർ അല്ലെങ്കിൽ PMC ആണ് ഹയർ ബ്രെയിൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ. The next question, the urinary bladder has openings too. യൂറിനറി ബ്ലാഡറിന് എങ്ങോട്ടൊക്കെയാണ് ഓപ്പണിങ്സ് വരുന്നത്? നെഫ്രോൺ ആൻഡ് കിഡ്നി വരുമോ? ഇല്ല അല്ലെ. യൂറിനറി ബ്ലാഡർ നമ്മൾ ആ ഒരു യൂറിൻ ഫോർമേഷന്റെ സീക്വൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ. യൂറീറ്റേഴ്സ്, കിഡ്നിയിൽ നിന്ന് യൂറീറ്റേഴ്സ് വരുന്നു, അവിടെ നിന്ന് യൂറിനറി ബ്ലാഡർ വരുന്നു, അവിടെ നിന്നാണ് എന്ത് വരുന്നത്? യുറീത്ര വരുന്നത്. അപ്പം ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. യുറീത്ര ആൻഡ് യൂറീറ്റേഴ്സിലേക്കാണ് യൂറിനറി ബ്ലാഡറിന് ഓപ്പണിങ്സ് ഉള്ളത്.
നെക്സ്റ്റ് നമുക്ക് റീപ്രൊഡക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലൂട്ടിയൽ ഫേസ് ഈസ് ഓൾസോ നോൺ ആസ്. ലൂട്ടിയൽ ഫേസ് ഏത് ഫേസിനെയാണ് നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്? പ്രോലിഫറേറ്റീവ് ഫേസ്, സെക്രീറ്ററി ഫേസ്, മെൻസ്ട്രുവൽ ഫേസ്, ഓവുലേറ്ററി ഫേസ്. ലൂട്ടിയൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ, 4ാമത്തെ സ്റ്റേജ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഓവുലേഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓവം റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കോർപ്പസ് ലൂട്ടിയം സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യും അല്ലെ, കോർപ്പസ് ലൂട്ടിയം. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് എന്ത് വരുന്നത്? ലൂട്ടിയൽ ഫേസ് വരുന്നത്. ദെൻ ഈ ഒരു ലൂട്ടിയൽ ഫേസിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സെക്രീറ്ററി ഫേസ്. ഓപ്ഷൻ ബി വരും ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ആന്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബ് ഉണ്ട്, ആന്റീരിയറും പോസ്റ്റീരിയറും. ഇതിൽ ഏത് ഹോർമോൺ ആണ് ആന്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്നത്? മിനറലോ കോർട്ടിക്കോയിഡ്സ്, ഗൊണാഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺ, തൈറോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ. മിനറലോ കോർട്ടിക്കോയിഡ്സ് നമുക്കറിയാം അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് മിനറലോ കോർട്ടിക്കോയിഡ്സ്. ഗൊണാഡോട്രോപിൻ റിലീസിംഗ് ഹോർമോണും തൈറോട്രോപിൻ റിലീസിംഗ് ഹോർമോണും ഹൈപ്പോതലാമസിന്റെ ഹോർമോൺസുകളാണ് അല്ലെ. പിന്നെ ആന്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഏത് ഹോർമോൺ ആണ് വരുന്നത്? ഗ്രോത്ത് ഹോർമോൺസ് ആണ് വരുന്നത്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഹോർമോൺസ് ഓഫ് ദ എൻഡോക്രൈൻ സിസ്റ്റംസ് ആർ റെഗുലേറ്റഡ് ബൈ. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഹോർമോൺ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഏതാണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം, പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, ഹോർമോൺ ജീൻ കോംപ്ലക്സ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അതായത് നമ്മുടെ ഹോർമോണിന്റെ ലെവൽ ബോഡിയിൽ കൂടുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗ്ലാൻഡിനെ സപ്രസ് ചെയ്യുന്നു അല്ലെ. ആ ഒരു മെയിൻറ്റെയിൻ ഹൈ ലെവൽ ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി തന്നെ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോൾ ഗ്ലാൻഡ് ഹോർമോൺ പ്രൊഡക്ഷൻ അവിടെ റിഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ എൻഡോക്രൈൻ പ്രോപ്പർട്ടി. ഇതിൽ എൻഡോക്രൈൻ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോർമോൺ റീച്ച് ടാർഗറ്റ് ത്രൂ ദ ബ്ലഡ്, എഫക്ട്സ് ആർ സ്ലോ ആൻഡ് സൈക്ലിക്, റാപ്പിഡ് ആക്ടിംഗ് എഫക്ട് കോസ്ഡ് ബൈ ദ കെമിക്കൽസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഹോർമോൺ റീച്ചസ് ടാർഗറ്റ് ത്രൂ ദ ബ്ലഡ് അല്ലെ, ബ്ലഡ് വഴി തന്നെയാണ് നമുക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നത്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഡക്റ്റ് ഒന്നുമില്ല. പിന്നെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലോയുമാണ് സൈക്ലിക്കുമാണ്, അതും കറക്റ്റ് ആണ്. റാപ്പിഡ് ആക്ടിംഗ് എഫക്റ്റ് അത് കറക്റ്റ് ആണോ? അല്ല. എൻഡോക്രൈൻ സിസ്റ്റത്തിനെ സംബന്ധിച്ച് അത് വളരെ സ്ലോ ആക്ടിംഗ് ആണ് അല്ലെ. റാപ്പിഡ് ആക്ടിംഗ് ആവുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. അപ്പോൾ ഓപ്ഷൻ സി വരും ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഡസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് എത്ര ടൈപ്പ് ഹോർമോൺസ് ആണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 8 ഹോർമോൺസോളം നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. The next question, how many different types of hormones does the next question, which of the following hormone does not aid in regulating fuel metabolism. ഇതിൽ ഫ്യൂവൽ മെറ്റബോളിസത്തിൽ പെടാത്ത ഒരു ഹോർമോൺ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻസുലിൻ, അൽഡോസ്റ്റിറോൺ, ഗ്ലൂക്കഗൺ, കോർട്ടിസോൾസ്. ഏതായിരിക്കും വരുന്നത്? ഇൻസുലിനും ഗ്ലൂക്കഗണും ഒക്കെ വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ നമ്മുടെ ഗ്ലൂക്കോസിന്റെ ലെവൽ ബോഡിയിൽ കുറയ്ക്കുന്നതാണ്. അതുപോലെ ഗ്ലൂക്കഗൺ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടുന്നതാണ്. അപ്പൊ അത് രണ്ടും ഫ്യൂവൽ മെറ്റബോളിസത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോർട്ടിസോളിന്റെയും ഭാഗമായിട്ട് ഗ്ലൂക്കോസ് ലെവൽ ബോഡിയിൽ കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അൽഡോസ്റ്റിറോൺ ആണ് വരുന്നത്. അൽഡോസ്റ്റിറോൺ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഹോർമോൺ ആണ്. അതിന് ഫ്യൂവൽ മെറ്റബോളിസവുമായിട്ട് എന്ത് ചെയ്യില്ല, റിലേഷൻ ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the hormone produced by the adipose tissue which signals satiety. Satiety എന്ന് പറഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞു എന്ന് ഫീൽ ചെയ്യിക്കുന്ന ഒരു ഹോർമോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. which is secreted by adipose tissue. മെലറ്റോണിൻ, ലെപ്റ്റിൻ, തൈമോസിൻ, ഗ്ലൂക്കഗൺസ്. ഏതായിരിക്കും വരുന്നത്? മെലറ്റോണിൻ എന്ന് പറഞ്ഞാൽ പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ ലെപ്റ്റിൻ ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. Leptin is a hormone secreted by fat cells that help regulate appetite and energy balance by signaling satiety to the brain.
Next question, name the first part of the duct system of the testis. ടെസ്റ്റിസിന്റെ ഡക്ട് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, എപ്പിഡിഡിമസ് ആണ് ഫസ്റ്റ് പാർട്ട്. ഈ ഒരു എപ്പിഡിഡിമിസിൽ വെച്ചാണ് നമ്മുടെ സ്പേം മെച്ചുർ ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് മുമ്പ് സ്റ്റോർ ചെയ്യുന്നതും ഈ പറയുന്ന എപ്പിഡിഡിമിസിൽ വെച്ചിട്ട് തന്നെയാണ്. Next question, after menopause the production of which of the following hormone does not take place in women? നമുക്ക് മെനോപോസിന് ശേഷം വുമനിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഹോർമോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, നൺ ഓഫ് ദീസ്. ഇതിൽ ടെസ്റ്റോസ്റ്റിറോൺ ഒരു വുമൻ ഹോർമോൺ അല്ല അല്ലെ, അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല വരുന്നത്. പിന്നെ പ്രൊജസ്ട്രോൺ ആണോ ഈസ്ട്രജൻ ആണോ? നമുക്കറിയാം പ്രൊജസ്ട്രോൺ എപ്പോഴാണ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുക, നമുക്ക് ഓവുലേഷന്റെ ശേഷം കോർപ്പസ് ലൂട്ടിയം വന്നു കഴിയുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ആണ് ഈ ഒരു പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നത്. അതായത് ആ ഒരു യൂട്രസിൽ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ആ ഒരു ലൈനിങ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോണിന്റെ റിലീസ് ക്രമാതീതമായിട്ട് കുറയുന്നു. അതുപോലെ തന്നെ ഈസ്ട്രോജന്റെയും കുറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഫീമെയിൽസിൽ അഡ്രീനൽ ഗ്ലാൻസ് ഒരു പരിധിവരെ ഈസ്ട്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ മെനോപോസിന് ശേഷം ഒട്ടും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ആർ ദ സ്പേംസ് പ്രൊഡ്യൂസ്ഡ്? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിക്കിൾസിലാണ്. ടെസ്റ്റിക്കിൾസിൽ തന്നെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ടൈനി കോൾഡ് സ്ട്രക്ചേഴ്സിലാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ പ്രൊഡക്ഷൻ വിച്ച് ഈസ് കോൾഡ് സ്പെർമാറ്റോജെനിസിസ്. Next question, which of the following glands are present on either side of the vaginal orifice? Vaginal orifice in either side കാണപ്പെടുന്ന ഗ്ലാൻഡ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ബർത്തോലിറ്റ്സ് ഗ്ലാൻഡ് ആണ്. ബർത്തോലിറ്റ്സ് ഗ്ലാൻഡിന്റെ മറ്റൊരു പേരാണ് വെസ്റ്റിബുലാർ ഗ്ലാൻഡ്സ്. ഓക്കെ, വെസ്റ്റിബുലാർ ഗ്ലാൻഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാവിറ്റി കണ്ടെയ്ൻഡ് ഇൻ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾ വരുന്ന ആ ഒരു ക്യാവിറ്റി, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ആൻഡ്രോ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോർപ്പസ് ലൂട്ടിയം ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. നമ്മുടെ ബോഡിയിൽ ആ ഒരു ഓവുലേഷന് ശേഷം കോപ്പർ ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ഹോർമോൺ ആണ്? FSH, ഈസ്ട്രജൻ, HCG, ഓക്സിറ്റോസിൻ. ഏതായിരിക്കും വരിക? ആൻസർ വരിക ഓപ്ഷൻ സി, HCG ആണ്. അതായത് പ്ലാസെന്റ റിലീസ് ചെയ്യുന്ന HCG ഹോർമോൺസ് ആണ് ഈ ഒരു കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺ റിലീസ് ചെയ്യുന്നു. അത് നമ്മുടെ യൂട്രസിന്റെ ആ ഒരു ലൈനിങ്ങിനെ ഒക്കെ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് സജ്ജമാക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ നിന്നുള്ള 100 ഇമ്പോർട്ടൻറ്റ് MCQs വരുന്നത്. ഓക്കെ, താങ്ക് യു.